السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. വേദിയിലെ ആദരണീയ പണ്ഡിതന്മാരെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ തത്സമയ മുഖാമുഖം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ വലിയൊരു സമയം മതപഠനവും വിദ്യാഭ്യാസവും ഒക്കെ ഓൺലൈൻ മാധ്യമങ്ങളിലേക്ക് മാറിയ ഈ ഒരു കോവിഡ് മഹാമാരിയുടെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ മൂന്നാമത്തെ മുഖാമുഖമാണ് ഇവിടെ നടക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ ചർച്ചയ്ക്കെടുക്കേണ്ടുന്ന പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഞാൻ ഒരു സുദീർഘമായ സംസാരം ഉദ്ദേശിക്കുന്നില്ല. നേരത്തെ മനസ്സിലാക്കിയതുപോലെ വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ സാഹചര്യത്തിൻ്റെ, സമൂഹത്തിൻ്റെ പൾസറിഞ്ഞുകൊണ്ട് ഓരോ മേഖലകളിലും ഇതിനില്ല അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഇടപെടാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ ഒരു വിവിധ തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട് അനിവാര്യമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മേഖല അത് അശ്രദ്ധമായി കൂടാ എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പൂർത്തീകരിക്കപ്പെട്ടു. ഇന്ന മസലി വമസലൽ അംബിയാഇ മിൻ ഖബ്ലി, എനിക്കും എൻ്റെ മുമ്പുള്ള പ്രവാചകന്മാരുടെയും ഉദാഹരണം അതൊരു വീട് പോലെയാണ്. വീട് മനോഹരമായി നിർമ്മിക്കപ്പെട്ട് അതിൽ ഒരു കല്ല് മാത്രം ബാക്കിയായി. ആ വീട് ആളുകൾ സന്ദർശിച്ചിട്ട് ആളുകൾ ചോദിച്ചു, ഹല്ലാ വുളിഅത് അല്ലബിന, ആ ഒരു കല്ലുകൂടെ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വീട് എത്ര മനോഹരമാകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ അനല്ലബിന വ അന ഖാത്തിമുൻ നബിയീൻ, ഞാനാണ് ആ അവസാനത്തെ കല്ല്, ഞാനാണ് പ്രവാചകന്മാരിൽ അവസാനത്തെ കണ്ണി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആ തനതായ ദീൻ എല്ലാ കാലഘട്ടത്തിലും ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. അത് നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ച ത്യാഗത്തെക്കുറിച്ച്, സഹനത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്. ഓരോ സ്വഹാബത്തിൻ്റെയും യമാമാ യുദ്ധമുണ്ടാകുന്നത് ഇതിനകത്തേക്ക്, അല്ലെങ്കിൽ ഈ മതത്തിൻ്റെ പേരിൽ പുതുചിന്തകൾ ഉണ്ടായപ്പോൾ അതിനെ നേരിടുന്നതിന് വേണ്ടിയാണ്. നെഹ്റുവാൻ യുദ്ധമുണ്ടായത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹൽ ബാത്തുൽ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ രംഗത്ത് വന്നപ്പോൾ അതിനെതിരെയുള്ള ഒരു സമരമാണ്. ഞാൻ പറയുന്നത് ദീർഘിപ്പിക്കുകയല്ല. ഇതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുൻഗാമികൾ അനുഭവിച്ച വലിയൊരു ത്യാഗവും സഹനമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലേക്കൊരു ബിദ്അത്ത് കടന്നു വരുമ്പോൾ, പുതുചര്യകൾ കടന്നു വരുമ്പോൾ നമ്മളെപ്പോഴും അവിടെ ഒരു വിശ്വാസിയുടേതായ ഉത്തരവാദിത്വം നിർവഹിക്കൽ അനിവാര്യമാണ്. അതിൻ്റെ ഭാഗമാണ് മാഷാ അല്ലാഹ് ഇങ്ങനൊരു മുഖാമുഖം നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി അവറുകളാണ്. ഇസ്ലാമിക് കൾച്ചറൽ സെൻറ്റർ ദമ്മാം മലയാളം വിഭാഗം മേധാവിയായിട്ടുള്ള ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മദീനിയെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ നശറ ബിഖുദ്റതിഹിൽ ബശർ വസറഫ ബിഹിക്മതിഹി വഖദ്ദർ വബ്തഅസ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ കാഫത്തി അഹ്ലിൽ ബദ്വി വൽ ഹദർ ഫസലവാതു റബ്ബി വസലാമുഹു അലൈഹി വഅലാ ജമീഇ അസ്ഹാബിഹിൽ മയാമീനിൽ ഗുറർ ما هدلت الحمائم على أفنان الشجر وسلم تسليما كثيرا على سيد البشر. روحي فداء لمن أخلاقه شهدت لأنه أفضل مخلوق من البشر. عمت فضائله كل البلاد كما عم البرية ضوء الشمس والقمر. ബഹുമാന്യരെ,
ഈ അനുഗ്രഹീത പ്രോഗ്രാം ദർശിക്കുന്ന, ശ്രവിക്കുന്ന സഹോദര സഹോദരികളെ, പ്രവാചക സ്നേഹം പ്രമാണങ്ങളിൽ എന്ന വിഷയത്തിൽ ഒരു മുഖാമുഖം ഇവിടെ നടത്തപ്പെടുന്നതിന് സാക്ഷികളാവുകയാണ് നാം എല്ലാവരും. ഹിജ്റാബ്ദം 362 ആഗതമാകുന്നതിന് മുമ്പ് ലോകർക്ക് പരിചയമില്ലാത്ത പ്രവാചക സ്നേഹത്തിൻ്റെ ചില പ്രകടനങ്ങൾ ഇസ്ലാമിക നാടുകളിൽ മീലാദുൻ നബി എന്ന പേരിൽ അരങ്ങേറുകയുണ്ടായി. 4-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ മീലാദുൻ നബി പ്രവാചക സ്നേഹത്തിൻ്റെ ഉപരിപ്ലവ പ്രകടനമായി ചില മുസ്ലിം നാടുകളിൽ തിമിർത്താടിയപ്പോൾ നൂറ്റാണ്ടുകൾ മുസ്ലിമീങ്ങൾക്ക് അന്യമായിരുന്ന ഒരു പ്രകടനമായിരുന്നു അത്. അപ്പോഴത്തേക്ക് സഹാബികളുടെയും താബഈങ്ങളുടെയും തബഈ താബഈങ്ങളുടെയും ഒക്കെ തലമുറകൾ കഴിഞ്ഞുപോയി. മുഹദ്ദിസീങ്ങളിൽ പ്രമുഖരും പ്രമാണിമാരും ഹദീസ് ഗ്രന്ഥരചനകളും പൂർത്തീകരിച്ചു. മദ്ഹബിൻ്റെ 4 ഇമാമുകളും അവരെ അനുഗമിച്ച, അനുധാവനം ചെയ്ത പ്രമുഖ ശിഷ്യന്മാരും ഈ ലോകത്തോട് വിട പറഞ്ഞു. അവരുടെയൊക്കെ കാലശേഷമാണ് റബീഉൽ അവ്വൽ മാസം 12-ന് തുടങ്ങി പ്രവാചക സ്നേഹത്തിൻ്റെ പുതിയ പ്രകടനം ലോകം ദർശിക്കുന്നത്. 4-ാം നൂറ്റാണ്ടിനോട് വരെ എങ്ങനെയായിരുന്നു റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 12-ഉം 13-ഉം 14-ഉമൊക്കെ എന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമിക ചരിത്രം സസൂക്ഷ്മം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശിഷ്യ ഹിജ്റാബ്ദം 11-ന്റെ റബീഉൽ അവ്വൽ മാസം 12-ന്റെ പൂർവാഹന വേള തന്നെ. അന്ന് മസ്ജിദ് നബവിയുടെ പരിസരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രമായിരുന്നു. അന്നാണ് നബിപുത്രി ഫാത്തിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജറയിലേക്ക് കയറി വന്ന് മരണത്തോട് അടുത്ത പ്രവാചകനെ നോക്കി വാ കറുബ അബത്ത, പിതാവിന് എന്തൊരു പ്രയാസമാണ് എന്ന് പരിതപിച്ചത്. വിതുമ്പുന്ന മകളെ ആശ്വസിപ്പിച്ച അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ലൈസ അല അബീക്കി അയ്യ കർബിൻ ബഅദൽ യൗം, ഈ ദിവസത്തിന് ശേഷം ഇനി പിതാവിന് ഉപ്പാക്ക് ഒരു പ്രയാസവും ഇല്ല. ഖദ് ഹദറ ബി അബീക്കി മാ ലൈസ ബിതാരികി മിൻഹു അഹദൻ അൽ മുവാഫാത്ത് യൗമൽ ഖിയാമ, ഏതൊരാളെയും കയ്യൊഴിക്കാത്ത അന്ത്യനാൾ വരേക്കുമുള്ള മരണം
നിൻ്റെ ഉപ്പയുടെ അടുക്കലും സമാഗതമായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഫാത്തിമയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിട ചോദിച്ച ആ ഒരു സമയം, അതിനെ തുടർന്ന് പിന്നീട് ഹുജറയിൽ നിന്ന് ഫാത്തിമ പുറത്തേക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിനെ നോക്കി നിൽക്കുന്ന സഹാബികളോട് പറഞ്ഞത്, യാ അബത്ത അജാബ റബ്ബൻ ദഅ, യാ അബത്ത ജന്നത്തുൽ ഫിർദൗസി മഅ്വ, യാ അബത്ത ഇലാ ജിബ്രീല നൻഅ, യാ അബത്ത ഇലാ റബ്ബിഹി മാ അദ്നാ എന്നാണ്. ഇത് ഹൃദയഭേദകമായ ഏതാനും വചനങ്ങളായിരുന്നു. ഉപ്പ നിങ്ങൾ റബ്ബിൻ്റെ വിളി കേട്ട് മരണത്തിലൂടെ അതിന് ഉത്തരമേകിയിരിക്കുന്നു. ഉപ്പ ജന്നത്തുൽ ഫിർദൗസിലേക്ക് നിങ്ങൾ അഭയം തേടിയിരിക്കുന്നു. ഉപ്പ ജിബ്രീലിനോട് ഞങ്ങൾ നിങ്ങളുടെ മരണവാർത്ത അറിയിക്കുകയാണ്. ഉപ്പ ആദരണീയനായ റബ്ബിൻ്റെ അടുക്കലേക്ക് നിങ്ങളേറെ അടുത്തവനാണ് എന്നാണ് ഫാത്തിമ ആളുകൾ കേൾക്കെ അന്ന് പറയുകയുണ്ടായത്. അവരുടെ ശബ്ദം ഗദ്ഗദമായിരുന്നു, തൊണ്ടയിടേറിയിരുന്നു, കണ്ണുകൾ നനഞ്ഞിരുന്നു. ആ മരണവാർത്ത അന്ന് കേട്ടപ്പോൾ മദീന ഒച്ചയിൽ കരഞ്ഞു എന്നാണ്, അവർക്ക് നിയന്ത്രിക്കാനായില്ല എന്നുമാണ്. ഖുവൈലിദ് ഇബ്നു ഖാലിദ് അബൂ ദുഐബ് അൽ ഹുദലി അറിയപ്പെട്ട ജാഹിലി കവിയാണ്. അദ്ദേഹം മദീനയിലേക്ക് ആദ്യമായി ആഗതമാകുന്നുണ്ട് ഹുദൈൽ ഗോത്രത്തിൽ നിന്ന്. അദ്ദേഹം പറയുകയാണ്, ഞാൻ മദീന അണഞ്ഞപ്പോൾ സമീഅതു ലി അഹ്ലിൽ മദീനതി വജീജൻ ബിൽ ബുകാ, മദീനവാസികൾ ഒച്ചവെച്ച് കരയുന്നതാണ് ഞാൻ കേൾക്കുന്നത്. ഖദജീജിൽ ഹുജ്ജാജി ഇദാ അഹല്ലൗ ജമീഅൻ, ഹാജിമാരൊന്നടങ്കം ഒന്നിച്ച് തൽബിയത്ത് ചൊല്ലിയാൽ ഉണ്ടാകുന്ന ഒച്ച പോലെ മദീനക്കാർക്ക് കരച്ചിലിൻ്റെ ശബ്ദമുണ്ടായി എന്നാണ്. അബൂ ദുഐബ് അൽ ഹുദലി അദ്ദേഹം ചോദിച്ചു, എന്ത് സംഭവിച്ചു? അപ്പോൾ അദ്ദേഹത്തോട് പ്രതികരിച്ചത്, ഖുബിദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മദീനയിൽ തൻ്റെ ഭാര്യ ഹബീബ ബിൻത് ഖാരിജയുടെ അടുക്കലായിരുന്നു, സുനഹലായിരുന്നു. തിരുദൂതർ വഫാത്തായ സമയം അബൂബക്കർ അദ്ദേഹം വരുമ്പോൾ തിരുദൂതർ വഫാത്തായി ആ വാർത്തയറിഞ്ഞ് ആളുകൾ വികാരഭരിതമായി കരഞ്ഞു നിൽക്കുന്ന രംഗമാണ് കാണുന്നത്. അദ്ദേഹം നേരെ മകൾ ആയിഷയുടെ അറയിലേക്ക് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കി പറഞ്ഞത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, മാത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് അദ്ദേഹം വാ നബിയ എന്ന് പറഞ്ഞ് തിരുദൂതരെ ചുംബിച്ച് കരയുകയുണ്ടായി. വാ സഫിയ എന്ന് വീണ്ടും പറഞ്ഞ് തിരുദൂതരെ ഉമ്മ വെച്ച് കരയുകയുണ്ടായി. വാ ഖലീല എന്ന് വിളിച്ച് വീണ്ടും തിരുദൂതരുടെ തിരുനെറ്റിയിൽ ഉമ്മ വെച്ച് കരയുകയുണ്ടായി. പിന്നീട് അദ്ദേഹം പുറത്തു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ട വാർത്ത അറിയിച്ച്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ എന്ന ആയത്തോതി തിരുദൂതരുടെ മരണത്തെ സ്ഥിരീകരിച്ച് അങ്ങനെ ആളുകളെ അറിയിച്ച് അദ്ദേഹം പ്രതികരിച്ച ആ ഒരു ചരിത്ര ദിനം, അതാണ് റബീഉൽ അവ്വൽ 12-ൻ്റെ ചരിത്ര വിശേഷം. നമ്മൾ വായിക്കുന്ന പലതിൽ ചിലത്. അന്നാണ് നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയതമയായ ആയിഷയുടെ മാറിൽ തലവെച്ച്, യാ ആയിഷ ഇന്നി വജദ്തു അലമ ത്വആമ അല്ലദി അകൽതുഹു മിൻ ഖൈബർ ഫഹാദ അവാനുൻ വജദ്തു ഇൻഖിതാ ബുഹരി മിൻ ദാലിക അസ്സും. ആയിഷ,
ഖൈബറിൽ വെച്ച വിഷം അതെനിക്ക് വലിയ വേദന നൽകുന്നു. ഈ സമയം എൻ്റെ ജീവനാടി മുറിഞ്ഞു പോകുമാർ എനിക്കിപ്പോൾ വേദനയുണ്ട് എന്ന് പറഞ്ഞാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദിനം തൻ്റെ മരണസമയത്തോട് അടുക്കുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സക്കറാത്ത് എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലാഹുമ്മ റഫീഖൽ അഅല എന്ന് ദുആ ചെയ്ത് അല്ലാഹുമ്മഗ്ഫിർലി അല്ലാഹുമ്മ അർഹംനി അല്ലാഹുമ്മ മഅൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യയാത്രയായ ആ റബീഉൽ അവ്വൽ 12-ന്റെ വിഷയങ്ങൾ ഇതായിരുന്നു. ഈ നൂറ്റാണ്ടുകളൊക്കെയും റബീഉൽ അവ്വൽ 12-നെ കുറിച്ചും അതിനെ തുടർന്നുള്ള നാളുകളെക്കുറിച്ചും സഹാബത്തിൻ്റെയും താബീഈങ്ങളുടെയും താബീഈങ്ങളുടെയും അയിമ്മത്തുകളുടെയും ഈ ഉത്തമ നൂറ്റാണ്ടുകളിൽ കഴിഞ്ഞുപോയ മഹത്തുക്കളുടെയും ഒക്കെ മനസ്സിലും അറിവിലുമുണ്ടായിരുന്ന ചരിത്രം. പക്ഷേ ഹിജ്റാബ്ദം 362-നിപ്പുറം ഈ ചരിത്രത്തെ മുഴുവൻ തമസ്കരിച്ചെന്ന പോലെ ഇസ്ലാമിനോടൊട്ടും കൂറില്ലാത്ത, ഇസ്ലാമിനോടൊട്ടും അടുപ്പമില്ലാത്ത, അന്ന് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഇസ്ലാം അല്ല എന്ന് വിധിച്ച ഒരു വിഭാഗം ആളുകളാണ് ഈ ഒരു ദിവസത്തെ ആഘോഷത്തിനായി, ഈ ഒരു ദിവസത്തെ ഉത്സവത്തിനായി മുസ്ലിമീങ്ങൾക്ക് മാറ്റി നൽകുകയുണ്ടായത്. അതിൽ പിന്നെയാണ് മുസ്ലിമീങ്ങൾ ഇതിനെ, ഈ ഒരു ചരിത്രത്തെ മറന്ന പോലെ എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല, പല മുസ്ലിമീങ്ങളും ഇതിനെ ഒരു ആഘോഷത്തിൻ്റെ നാളാക്കി തുടർത്തുകയുണ്ടായത്. സഹാബികൾക്കും താബീകൾക്കും അയിമ്മത്തുകൾക്കുമൊന്നും പരിചയമില്ലാത്ത ഒരു ആഘോഷത്തിൻ്റെ ദിനമായി ഈ ഒരു ദിനത്തെ മാറ്റി ഇന്നതിന് തെളിവ് പരതുന്ന, ഇത് ഇസ്ലാമാണെന്ന് പറയുന്ന പലരും എന്തിനെയാണ് അവർ വെള്ളപൂശുന്നത്, എന്തിനെയാണ് അവർ പ്രമാണവൽക്കരിക്കുന്നത്, എത്രമാത്രം വലിയ ഒരു യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചുകൊണ്ടാണ് ഈ ഒരു പെടാപ്പാട് ഇത് പ്രാമാണികമാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി അവർ പണിയെടുക്കുന്നത്. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ ഇന്ന് പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ മീലാദുൻ നബി കൊണ്ടാടുന്നവർ നടത്തുന്ന അനിസ്ലാമികമായ കാര്യങ്ങളെ ആളുകൾക്ക് ബോധവൽക്കരിക്കുവാൻ ഒരു അനുഗ്രഹീത വേദിയാണ് ഇവിടെ പ്രവാചക സ്നേഹം പ്രമാണങ്ങളിൽ എന്ന പേരിൽ വിശദീകരിക്കപ്പെടുന്നത്, ഒരു മുഖാമുഖം ഓൺലൈനായി സംഘടിപ്പിക്കപ്പെടുന്നത്. ഈ വേദിയെ സശ്രദ്ധം കേൾക്കുവാൻ, ഈ വേദിയിൽ നിന്ന് അതിൻ്റേതായ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ എല്ലാവർക്കും അവസരമുണ്ടാകട്ടെ എന്ന് ദുആയിരക്കുകയാണ്. ഈ ഒരു മുഖാമുഖത്തിന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് സ്വർഗത്തിൻ്റെ അത്യുന്നതങ്ങളിൽ നമുക്കൊരിടമേകി എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറ. ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മദനി അവറുകൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനി നമ്മൾ പീസ് റേഡിയോ ഈ മദ്രസ റെഗുലർ ക്ലാസ്സുകളുടെ ഒരു ലോഞ്ചിങ്ങിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, ഈ മദ്രസ ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള നിരവധി വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്രദമായിട്ടുള്ള, പ്രത്യേകിച്ച് മദ്രസകളില്ലാത്ത രാജ്യങ്ങളിൽ പോലും ഏറെ ഉപകാരപ്രദമായ ഒരു സംവിധാനമാണ്. ഇതുവരെ സാധാരണ ഒരു വെക്കേഷൻ സമയത്തൊക്കെയാണ് ഇത്തരം ക്ലാസ്സുകൾ നടക്കാറുള്ളത്. മാഷാ അല്ലാ, ഇനി മുതൽ എല്ലാ വെള്ളി ഞായർ ദിവസങ്ങളിലും നവംബർ 6 മുതൽ തുടർച്ചയായി ഈ മദ്രസ പഠന പദ്ധതി പീസ് റേഡിയോയിൽ തുടർച്ചയായി നടക്കുകയാണ്. അതിൻ്റെ ഒരു ഉദ്ഘാടന പരിപാടിയാണ്.
നമ്മൾ നമ്മുടെ മുഖാമുഖത്തിൻ്റെ മറ്റു പ്രോഗ്രാമുകളിലേക്ക് പ്രവേശിക്കുന്നു. ഇതിൻ്റെ പ്രവാചക സ്നേഹം പ്രമാണങ്ങളിൽ എന്ന വിഷയത്തെ അതിൻ്റെ ഒരു വിഷയാവതരണം നിർവഹിക്കുന്നത് ബഹുമാന്യനായ ഫൈസൽ മൗലവി പുതുപ്പറമ്പ് അവറുകളാണ്. ഫൈസൽ മൗലവിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. أم لهم شركاء شرعوا لهم من الدين ما لم يأذن به الله ولولا كلمة الفصل لقضي بينهم وإن الظالمين لهم عذاب أليم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ശബ്ദം ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നായി കേട്ടുകൊണ്ടിരിക്കുന്ന, വിഷയം പഠിക്കാൻ താൽപ്പര്യപ്പെട്ടുകൊണ്ട് ഈ പ്രോഗ്രാമിനെ ശ്രദ്ധിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകം മുഴുവനും ഒരു പ്രത്യേകമായ പരീക്ഷണത്തിലൂടെ കടന്നു പോകുന്ന ഘട്ടത്തിലാണ് നാം എല്ലാം ഉള്ളത്. ഇത്തരം പ്രബോധന സംരംഭങ്ങളിൽ ഏറെ ആവേശപൂർവ്വം പങ്കെടുക്കുന്ന, വളരെ പ്രാധാന്യം വഹിക്കുന്ന നമ്മുടെ ചില സഹോദരങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞ് അവർ മരണപ്പെട്ടു പോയി. അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പല സഹോദരങ്ങളും രോഗത്തിന് വിധേയമായി ഹോസ്പിറ്റലും വീട്ടിലുമൊക്കെയായി പ്രയാസപ്പെടുന്നു. അള്ളാഹു എല്ലാവർക്കും ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അനുഭവിക്കുന്ന വേദനയ്ക്ക് അള്ളാഹു പൂർണ്ണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിക പ്രമാണങ്ങളിൽ പ്രവാചകനുമായും പ്രവാചക സ്നേഹവുമായും ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെടുന്ന അധ്യാപനങ്ങളെ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ദൗത്യവുമായി മുജാഹിദ് പ്രസ്ഥാനം അതിന് വ്യത്യസ്തങ്ങളായ പ്രബോധന സംരംഭങ്ങളുമായി എന്നും സജീവമായി രംഗത്തുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടത്തിലും പ്രബോധന മേഖലയിൽ തടസ്സം വന്നുകൂടാ എന്ന നിർബന്ധ ബുദ്ധിയാണ് ഇത്തരമൊരു പ്രോഗ്രാമിന് ഇതിൻ്റെ സംഘാടകരെ പ്രേരിപ്പിച്ചത്. ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജവും സമയവും സമ്പത്തുമെല്ലാം അള്ളാഹു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തെ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ലോകം മുഴുക്കയും അതറിഞ്ഞതാണ്, അത് വാഴ്ത്തുന്നതാണ്. എതിരാളികളും അല്ലാത്തവരുമെല്ലാം ഒരുപോലെ അംഗീകരിക്കുന്ന ഒരുപാട് മഹത്വങ്ങളുടെ ഉടമയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിലെ വിശിഷ്ടമായ കുടുംബമായ ഖുറൈശി തറവാട്ടിലെ കാരണവനായ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുള്ളയുടെ മകനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുകയുണ്ടായി. നാട്ടിൽ എല്ലാ രംഗത്തും സത്യസന്ധതയും വിശ്വസ്തതയും ആ ജീവിതത്തിലെ ഓരോ രംഗത്തും കൃത്യമായി ബോധ്യപ്പെടുകയും നാട്ടുകാർ ഒന്നടങ്കം അൽ അമീൻ, വിശ്വസ്തനെന്ന് സ്ഥാനപ്പേര് എല്ലാവരും ഒന്നടങ്കം നൽകി ആദരിക്കുകയും ചെയ്ത ഒരു കാലഘട്ടമാണ് പ്രവാചകരുടെ ചെറുപ്പകാലം മുതലുള്ള കാലഘട്ടം. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ സൃഷ്ടി എന്ന് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയ, കുടുംബങ്ങളിൽ ഏറ്റവും മികച്ച കുടുംബത്തിലാണ് അല്ലാഹു തആല എന്നെ തിരഞ്ഞെടുത്തത് എന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. രാജ്യങ്ങളിൽ ഏറെ വിശിഷ്ടമായ മക്ക രാജ്യത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതനാകുന്നത് തന്നെ. ചെറിയ പ്രായത്തിൽ തന്നെ സത്യസന്ധതയും വിശ്വസ്തതയുമെല്ലാം തെളിയിക്കുകയും ആ നാട്ടുകാർ മുഴുവനും ആ നിലക്ക് അംഗീകരിക്കുകയും ചെയ്ത അനാഥനായ ബാലൻ 40-ാമത്തെ വയസ്സിൽ അല്ലാഹു തആല നബിയായി പ്രവാചകനായി തിരഞ്ഞെടുക്കുന്നു. ഹിറാ ഗുഹയിൽ ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന വചനങ്ങളിലൂടെ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മലക്ക് വഹയിന് ആരംഭം കുറിക്കുകയും അവിടുന്ന് അങ്ങോട്ട് 23 വർഷക്കാലം പിന്നീട് തുടർച്ചയായ വഹയികൾ വന്നുകൊണ്ടിരിക്കുകയും ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു തആല ലോകത്തെ മനുഷ്യരോട് എന്താണോ ജീവിതത്തിലെ നിഷ്ഠയായി മതമായി ആദർശമായി സ്വീകരിക്കാൻ ആവശ്യപ്പെടുന്നത് ആ അധ്യാപനങ്ങളെ അള്ളാഹുവിൽ നിന്ന് വഹയിലൂടെ സ്വീകരിച്ച് ഈ മനുഷ്യകുലത്തിന് കൈമാറി കൊടുക്കുകയും ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകരുടെ ജന്മദിനം എന്നാണ് എന്ന വിഷയത്തിൽ ചരിത്രകാരന്മാർ വ്യത്യസ്ത അഭിപ്രായത്തിലാണ്. റബീഉൽ അവ്വൽ മാസമാണെന്ന് അഭിപ്രായം പറഞ്ഞവരുണ്ട്, റബീഉൽ ആഖിറാണെന്ന് പറഞ്ഞവരുണ്ട്, അതല്ല റമദാൻ മാസമാണെന്ന് വരെ അഭിപ്രായം പറഞ്ഞ ചരിത്രകാരന്മാരെ മുൻകാലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. റബീഉൽ അവ്വൽ മാസമാണെന്ന് പറഞ്ഞവർ തന്നെ ഏതു തീയതിയാണ് എന്ന കാര്യത്തിലും ഭിന്നാഭിപ്രായക്കാരാണ്. റബീഉൽ അവ്വൽ 2-നാണെന്ന് പറഞ്ഞവർ, 8-നാണെന്ന് പറഞ്ഞവർ, 11-ആണെന്ന് പറഞ്ഞവർ, 12-ആണെന്ന് പറഞ്ഞവർ, അങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പ്രവാചകരുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും. എന്നാൽ തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുകയും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ നമ്മെക്കാര്യം അറിയിക്കുകയും അന്ന് നോമ്പെടുക്കാൻ പ്രത്യേകമായ ഒരു സുന്നത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുകയും ചെയ്തതായി പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ആ പ്രവാചകരുടെ മഹത്വങ്ങളെ വർണ്ണിച്ച ധാരാളം പണ്ഡിതന്മാർ മുസ്ലിം ലോക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകരുടെ മഹത്വങ്ങളെ വ്യത്യസ്തങ്ങളായ ശൈലിയിൽ നോക്കിക്കണ്ടവർ, പ്രവാചകരുടെ എല്ലാ ഗുണഗണങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് മാത്രം ഗ്രന്ഥമെഴുതിയ ധാരാളം പണ്ഡിതന്മാർ. അശ്ശമാഇഉൽ മുഹമ്മദിയ്യ പോലുള്ള വിശ്വവിഖ്യാതമായ ഗ്രന്ഥം, ഇമാം തിർമിദിയുടെ ശമാഇഉൽ മുഹമ്മദിയ്യ എന്ന പ്രവാചകവുമായി ബന്ധപ്പെട്ട എല്ലാ സവിശേഷതകളെയും ഗ്രന്ഥമാക്കി അതിനെ സനദോടുകൂടി കൃത്യമായ തെളിവോടുകൂടി ഉദ്ധരിച്ചുകൊണ്ട് സമൂഹത്തെ പഠിപ്പിച്ച പണ്ഡിതന്മാർ, പ്രവാചക സീറകൾ, താരീഖ്, വ്യത്യസ്തങ്ങളായ പേരുകൾ രചിച്ചവർ. ഇബ്നു ഹിഷാമിന്റെ സീറ പോലെയുള്ള മറ്റു വ്യത്യസ്തങ്ങളായ സീറകളിലും നബിയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ കൃത്യമായി വിവരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 കൊല്ലക്കാലത്തെ പ്രവാചക ജീവിതത്തിലൂടെ സമുദായത്തിലേക്ക് പ്രബോധനം ചെയ്ത ഇസ്ലാം എന്ന ഈ ലോക സൃഷ്ടാവിന്റെ ദീന്, മതം, ആ മതത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത തന്നെ ദൈവികമാണ് എന്നതാണ്. ഈ മതത്തിലെ ഏതൊരു കാര്യവും അല്ലാഹു തആലയുടെ കൽപ്പനപ്രകാരം ഇവിടെ പഠിപ്പിക്കപ്പെട്ടതല്ലാത്ത മറ്റൊന്നുമില്ല. മതത്തിന്റെ ഭാഗമായി എന്തെല്ലാം കാര്യങ്ങൾ അനുഷ്ഠിക്കപ്പെടുന്നുവോ, ഏതെല്ലാം കാര്യങ്ങൾ വിശ്വസിക്കപ്പെടുന്നുവോ, ഏതെല്ലാം കാര്യങ്ങൾ മതപരമായ വിലക്കുണ്ട് എന്ന കാരണത്താൽ മാറ്റി നിർത്തപ്പെടുന്നുവോ, അത് മുഴുവനും കൃത്യമായ പ്രമാണങ്ങളുടെ പിൻബലത്തിൽ മാത്രമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മതത്തിലേക്ക് നിയമം കൂട്ടിച്ചേർക്കാൻ, മതത്തിലെ നിയമത്തെ വേണ്ടെന്ന് വെക്കാൻ, അതിൽ ഏതെങ്കിലും നിലക്കുള്ള മാറ്റത്തിരുത്തൽ കൊണ്ടുവരാൻ എത്ര വലിയ പണ്ഡിതനാണെങ്കിലും ഒരാൾക്ക് പോലും ഇസ്ലാം അനുവാദം നൽകുന്നില്ല. എന്ന് മാത്രമല്ല, പ്രവാചകർക്ക് പോലും അല്ലാഹുവിൽ നിന്നുള്ള വഹയ് പിൻപറ്റുക എന്നല്ലാതെ സ്വന്തമായി മതനിയമങ്ങൾ ഉണ്ടാക്കാൻ അനുവാദമില്ല എന്നാണ് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത്. സൂറത്ത് ഹഖയിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ. പ്രവാചകരെങ്ങാണ് നമ്മുടെ പേരിൽ ചില വാക്കുകളെങ്കിലും കെട്ടിച്ചമച്ചുണ്ടാക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ വലം കൈകൊണ്ട് പിടികൂടുകയും ജീവനാടി നാം മുറിച്ചു കളയുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല എന്നേക്കുമുള്ള വചനമായി അവതരിപ്പിക്കുന്നു. സൂറത്തുൻ നജ്മിലെ ആദ്യ വചനങ്ങളിൽ അല്ലാഹു തആല പ്രത്യേകമായി എടുത്തു പറയുന്നു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. സ്വന്തം ഇഷ്ടപ്രകാരം അവിടുന്ന് സംസാരിക്കുകയില്ല. അല്ലാഹുവിൽ ലഭിക്കുന്ന ദിവ്യബോധനം വഹ്യ് അടിസ്ഥാനമാക്കിയല്ലാതെ സംസാരിക്കുകയില്ലെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതേ, സംസാരിച്ചിട്ടുമില്ല. മതമായി എന്തെല്ലാം പ്രവാചകൻ അറിയിച്ചുവോ അത് മുഴുവനും അല്ലാഹുവിൽ നിന്നുള്ള വഹ്യ് പ്രകാരം മാത്രമാണ്. ലോകസൃഷ്ടാവിന്റെ ദിവ്യബോധനം അടിസ്ഥാനമാക്കി മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മതമായ മുഴുവൻ കാര്യങ്ങളും ഇവിടെ പഠിപ്പിച്ചത്. അവസാനം വഫാത്താകുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി,
വറദീതു ലക്കും ഇസ്ലാമ ദീന എന്ന വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിലെ 3-ാമത്തെ വചനം ഉൾക്കൊള്ളുന്ന ആ ആയത്തുകൾ ഓതി കേൾപ്പിച്ചുകൊണ്ടാണ് പ്രവാചകർ ഈ ലോകത്ത് നിന്ന് യാത്രയായി പോകുന്നത്. പ്രവാചകൻ വഫാത്തായത് അന്നത്തെ റബീഉൽ അവ്വൽ മാസത്തിലാണെങ്കിൽ അതിന് 2 മാസങ്ങൾക്ക് മുമ്പ് ദുൽഹിജ്ജ മാസം 9-നാണ് ഈ വചനം അവതരിക്കുന്നത്. അതെ, മതം ഞാൻ പൂർത്തിയാക്കി, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതമില്ല, നിങ്ങൾക്കിന്ന് പൂർത്തിയാക്കി തന്നിരിക്കുന്നുവെന്ന അള്ളാഹുവിന്റെ അറിയിപ്പ് ഈ സമുദായത്തെ ഖുർആനിക വചനത്തിലൂടെ ഓതി കേൾപ്പിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വഫാത്തായി യാത്രയായി പോകുന്നത്. പക്ഷേ പ്രവാചകർ പ്രത്യേകമായി പഠിപ്പിക്കുകയുണ്ടായി, മതം ഞാൻ പൂർത്തിയാക്കി, ഇനി ഈ മതത്തിലേക്ക് ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല, കൂട്ടിച്ചേർക്കാൻ അനുവദിക്കാനും പാടില്ല. അഥവാ കൂട്ടിച്ചേർക്കപ്പെട്ടാൽ അവയെല്ലാം തള്ളപ്പെടേണ്ടതുമാണ്. നബി തങ്ങൾ പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ മതകാര്യത്തിൽ ഇല്ലാത്ത ഒന്ന് ആരെങ്കിലും പിന്നീട് വ്യാജമായി കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു പ്രവർത്തനം ചെയ്തു, ഒരു അമൽ ചെയ്തു, ലൈസ അലൈഹി അംറുനാ, ആ അമലിന് നമ്മുടെ കൽപ്പന ഇല്ല, നമ്മുടെ അധ്യാപനമില്ല, അങ്ങനെ നമ്മുടെ അധ്യാപനമില്ലാത്തൊരു അമല് ആരെങ്കിലും ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് ഹദീസുകളിൽ പഠിപ്പിക്കപ്പെടുന്നു. മാത്രമല്ല അവിടുത്തെ എല്ലാ ഉത്ബോധനങ്ങളിലും എല്ലാ ഖുത്ബകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുമായിരുന്നു, വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വഫീ റിവായ വകുല്ല ളലാലത്തിൻ ഫിന്നാർ. അഥവാ കാര്യങ്ങളിൽ ഏറ്റവും ദുഷിച്ചത് മതത്തിലേക്ക് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെടുന്ന പുത്തനാചാരങ്ങളാണ്. അങ്ങനെ പുത്തനാചാരമായി എന്തെല്ലാം വന്നുവോ അത് മുഴുവനും ബിദ്അത്താണ്, അനാചാരമാണ്. അത്തരം അനാചാരങ്ങൾ മുഴുവനും ളലാലത്താണ്, പിഴച്ച മാർഗമാണ്, അവയെല്ലാം നരകത്തിലേക്കുള്ള മാർഗവുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ എല്ലാ ഖുത്ബയിലും എല്ലാ ഉത്ബോധനങ്ങളിലും എല്ലാ തരം നസീഹത്തിന്റെ ഉപദേശങ്ങളുടെ ആദ്യത്തിലും പ്രവാചകർ പ്രത്യേകമായി പറയുമായിരുന്നു, മതത്തിലേക്ക് പിൽക്കാലത്ത് പിന്നീട് വല്ലതും കൂട്ടിച്ചേർക്കപ്പെടുന്നുവെങ്കിൽ അതെല്ലാം ബിദ്അത്താണ്, അനാചാരമാണ്. അനാചാരങ്ങൾ മുഴുവനും ളലാലത്താണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, വഴികേടാണ് എന്ന് പ്രവാചകർ ആവർത്തിച്ചു പറയുമായിരുന്നു. ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വര്യൻ പഠിപ്പിക്കുന്നു, സല്ലല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത യൗമിൻ, ഒരു ദിവസം പ്രവാചകർ ഞങ്ങളെയും കൊണ്ട് ജമാഅത്തായി നിസ്കരിച്ചു. ആ നമസ്കാര ശേഷം ഫവഅലനാ മൗഇദതൻ ബലീഗ, നബി ഞങ്ങൾക്ക് സാരസമ്പൂർണമായ ഒരു ഉത്ബോധനം, ഒരു ഉപദേശം നൽകി. ആ ഉപദേശത്തിൽ ഞങ്ങളെല്ലാം ഒന്നാകെ വല്ലാത്തൊരു മാനസികമായി വല്ലാത്തൊരു പ്രയാസത്തിലായി, കണ്ണുകളെല്ലാം നിറഞ്ഞു, കൽബുകൾ തേങ്ങി. ആ സമയത്ത് ഞങ്ങൾ നബിയോട് ചോദിച്ചു, നബിയെ, ഇതൊരു അവസാനം വിടവാങ്ങിപ്പോകുന്ന ഒരാൾ പറയും പോലെയാണല്ലോ താങ്കൾ ഉപദേശങ്ങൾ. അല്ലാഹുവിന്റെ റസൂലേ, യാത്ര പറഞ്ഞു പോകുന്ന ഒരാൾ ഉത്ബോധിപ്പിക്കുന്നത് പോലെയാണല്ലോ, ഉപദേശിക്കുന്ന പോലെയാണല്ലോ താങ്കളുടെ ഉപദേശം. അതുകൊണ്ട് ഫൗസിനാ, ഞങ്ങൾക്ക് പ്രത്യേകമായ വസിയ്യത്തുമുണ്ടെങ്കിൽ നിങ്ങൾ നൽകണമെന്ന് പറയുമ്പോൾ പ്രവാചകൻ നൽകിയ വസിയ്യത്ത് എന്താണെന്നോ, നിങ്ങൾ അല്ലാഹുവിന്റെ കിതാബും റസൂലിന്റെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണം. വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ മതത്തിലേക്ക് പിൽക്കാലത്ത് പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങളെ പ്രത്യേകമായി ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല, അങ്ങനെ പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും ബിദ്അത്താണ്, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, വഴികേടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പം മതത്തിലേക്ക് ആർക്കും കൂട്ടിച്ചേർക്കാൻ അനുവാദമില്ല എന്നർത്ഥം. നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ദിക്റാണെങ്കിലും ദുആയാണെങ്കിലും സ്വലാത്താണെങ്കിലും ആഘോഷമാണെങ്കിലും എന്താണെങ്കിലും ശരി, ഈ മതത്തിലേക്ക് പിന്നീട് ആരെങ്കിലും കൂട്ടിച്ചേർക്കുന്നുവെങ്കിൽ അതിനെയാണ് ബിദ്അത്ത് എന്ന് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയത്. ആ ബിദ്അത്തുകളെല്ലാം ളലാലത്താണ്, വഴികേടാണ്, പിഴച്ച മാർഗമാണ്, അവ നരകത്തിലേക്കാണ് എന്ന് എത്രയെത്ര ഹദീസുകളാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സ്വഹാബത്തും പ്രവാചകന്റെ കാലശേഷം അതിഗൗരവമായി ഈ വിഷയത്തെ കണ്ടു. 4 ഖലീഫമാരും അല്ലാത്തതുമായ സ്വഹാബിമാർ അഖിലവും ഇതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ഉത്ബോധനങ്ങൾ, താക്കീതുകൾ നൽകിയതായി കാണാൻ സാധിക്കും. 1-ാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ പ്രഖ്യാപിക്കുന്നത് കാണാം, വഇന്നമാ അന മുത്തബിഉൻ വലസ്തു ബിമുബ്തദിഇൻ, ഞാൻ തീർച്ചയായും പ്രവാചകനെ പിൻപറ്റുന്നവരാണ്, മുത്തബിആണ്. എന്താണ് പ്രവാചകനെ പഠിപ്പിച്ചത് അത് അതേപടി പിൻപറ്റുന്നവരാണ് ഞാൻ,
വലസ്തു ബിമുബ്തദിഇൻ, ഞാൻ ഒരിക്കലും ബിദ്അത്ത് ചെയ്യുന്നവനല്ല. പിൽക്കാലത്ത് വ്യാജമായ മതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന അനാചാരങ്ങളെ പിറകെ പോകുന്നവനല്ല ഞാനെന്ന് അദ്ദേഹം പ്രത്യേകമായി പഠിപ്പിക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചക സ്വഹാബിമാരിൽ ഏറെ പ്രഗത്ഭനായ സ്വഹാബിയാണ്. അദ്ദേഹം കുഫ പള്ളിയിൽ കണ്ട ഒരു രംഗം, അവിടെ ചില ആളുകൾ പള്ളി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. 10 ആള് വീതമുള്ള ചെറിയ ചെറിയ സംഘങ്ങളായി പള്ളിയിലിരിക്കുന്നു. ഒരാൾ പറയുന്നു കബ്ബിറൂ മിഅ, 100 പ്രാവശ്യം അല്ലാഹു അക്ബർ പറയൂ. എല്ലാവരും കൂടെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് 100 പ്രാവശ്യം ചൊല്ലി തീർക്കുന്നു. അത് കഴിയുമ്പോൾ സബ്ബിഹൂ മിഅ, 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറയൂ എന്ന ആഹ്വാനം ഉണ്ടാകുന്നു. അപ്പോൾ എല്ലാവരും കൂടെ സുബ്ഹാനല്ലാഹ് 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 എന്ന് 100 പ്രാവശ്യം ചൊല്ലുന്നു. ഇങ്ങനെ ഈ രംഗം കണ്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വളരെ രൂക്ഷമായ ശൈലിയിൽ അവരോട് ഇതേക്കുറിച്ച് ഗൗരവം ബോധ്യപ്പെടുത്തുകയും അദ്ദേഹം പറഞ്ഞു, ഖദ് ജിഅ്തും ബിബിദ്അത്തിൻ ളുൽമ ഔ ഫഖ്തും മുഹമ്മദൻ വഅസ്ഹാബഹു ഇൽമ, എന്താ നിങ്ങൾ ചെയ്തു കൂട്ടുന്നത്? ഖദ് ജിഅ്തും ബിബിദ്അത്തിൻ ളുൽമ, നിങ്ങൾ ളുൽമായി അന്യായമായി ഒരു ബിദ്അത്തുമായി കൊണ്ടാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? ഔ ഫഖ്തും മുഹമ്മദൻ വഅസ്ഹാബഹു ഇൽമ, മുഹമ്മദ് നബിയോടും നബിയുടെ സ്വഹാബിമാക്കളുമെല്ലാം ഇൽമുള്ളവരായി മാറാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വളരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം അവരെ തിരിച്ചു കൊടുത്തതും ആ പള്ളിയിൽ നിന്ന് തന്നെ അവരെ ഇറക്കിവിടാൻ ശ്രമിച്ചതുമെല്ലാം ഇമാം ദാരിമിയുടെ സുനനു ദാരിമിയിൽ രേഖപ്പെടുത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഔസാഇ റഹിമഹുല്ലാഹ് പറയുന്നു, ഹസ്സാൻ റളിയല്ലാഹു പറഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട് മബ്തദ ഖൗമുൻ ബിദ്അതൻ ഫീ ദീനിഹിം ഇല്ലാ നസഅല്ലാഹു മിൻ സുന്നത്തിഹിം മിസ്ലഹാ, ഈ ഉമ്മത്തിൽ ആരെങ്കിലും ഒരാൾ വല്ല ബിദ്അത്തും കൊണ്ടുവരുന്നുവെങ്കിൽ സമാനമായ സുന്നത്ത് അവരിൽ നിന്ന് അല്ലാഹു തആല നീക്കിക്കളയാതിരിക്കില്ല എന്നാണ്. സുന്നത്തും ബിദ്അത്തും ഒന്നിച്ച് ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ല. ശൈഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹും അതേപോലെ ആധുനിക അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ പ്രധാനികളായ ശൈഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അവരുകളുമൊക്കെ ഇക്കാര്യം വളരെ വിശദമായി വിവരിക്കുന്നുണ്ട്. ഒരാൾ ബിദ്അത്ത് ചെയ്യുന്നുവെങ്കിൽ ആ ബിദ്അത്തിൽ എത്ര കണ്ട അയാൾ ആവേശം കാണിക്കുന്നുവോ അത്ര കണ്ട അയാൾ സുന്നത്തിൽ നിന്ന് പുറകോട്ട് പോകുമെന്നാണ്. പ്രവാചക സുന്നത്തുകളെയും ബിദ്അത്തുകളെയും ഒരേപോലെ ജീവിതത്തിൽ പാലിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല എന്നർത്ഥം. ബിദ്അത്തിൽ മുന്നോട്ട് പോകും തോറും സുന്നത്തിൽ നിന്ന് പിറകോട്ട് പോയിക്കൊണ്ടിരിക്കും. സുന്നത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ബിദ്അത്തിൽ നിന്ന് അയാൾക്ക് പിന്മാറാനും സാധിക്കുമെന്നാണ്. മാത്രവുമല്ല സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, ഇത്തബിഉ വലാ തബ്തദിഉ ഫഖദ് കുഫീതും, ഇത്തബിഉ നിങ്ങൾ പ്രവാചകന്റെ മാതൃകയെ പിൻപറ്റണേ, വലാ തബ്തദിഉ നിങ്ങൾ ബിദ്അത്തുമായി വരരുത്, ബിദ്അത്ത് നിങ്ങൾ ഉണ്ടാക്കരുത്, ഫഖദ് കുഫീതും നിങ്ങൾക്ക് മതിയാക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് നേർമാർഗം സിദ്ധിക്കാൻ സ്വർഗത്തിലേക്ക് എത്താൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അത് മുഴുവൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പുതിയത് നിങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല എന്നാണ്. സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത്തബിഉ വലാ തബ്തദിഉ, നീ പിൻപറ്റുക, നബിയെ അനുധാവനം ചെയ്യുക, വലാ തബ്തദിഉ മതത്തിലേക്ക് ബിദ്അത്തുമായി നീ വരാൻ പാടില്ല. മാത്രവുമല്ല ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു നബിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായി അറിയപ്പെടുന്ന സാഹിബുസ് സിർ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, കുല്ലു ഇബാദത്തിൻ ലാ യതഅബ്ബദുഹാ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തഅബ്ബദൂഹാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ ഇബാദത്തായി കാണാത്ത, ആരാധനയായി ചെയ്തിട്ടില്ലാത്ത ഒരൊറ്റ കാര്യവും നിങ്ങൾ ഇബാദത്തായി കാണാൻ പാടില്ല. ഫഇന്നൽ അവ്വല ലം യദഇൽ ആഖിരി മഖാല, ആദ്യ തലമുറ സ്വഹാബിമാർ ശേഷക്കാർക്ക് വേണ്ടി ഒരു വാക്ക് പോലും പറയാനുള്ള അവസരം ബാക്കി വെച്ചിട്ടില്ല. എല്ലാം അവർ ജീവിതത്തിൽ ചെയ്തു കാണിച്ചിട്ടുണ്ട് എന്നാണ്. ഓരോരുത്തരും പഠിപ്പിച്ച ഇത്തരം അധ്യാപനങ്ങളെ വായിക്കുകയാണെങ്കിൽ ദീർഘമായി പോകും. 4 മദ്ഹബിന്റെ ഇമാമുമാരായി അറിയപ്പെടുന്ന ഇമാം അബൂ ഹനീഫയും ഇമാം ഷാഫിഈയും ഇമാം മാലിക്കും ഇമാം അഹ്മദും റഹിമഹുമുല്ലാഹ് അവർക്ക് ഈ രംഗത്ത് ഒരുപാട് അധ്യാപനങ്ങൾ നൽകിയവർ തന്നെയാണ്. ഓരോന്ന് മാത്രം വായിക്കാം. ഇമാം അബൂ ഹനീഫ പറയുന്നു, ഇയ്യാക വകുല്ല മുഹ്ദസ ഫഇന്നഹാ ബിദ്അ, നീ സൂക്ഷിക്കണേ, വകുല്ല മുഹ്ദസ എല്ലാ പുത്തനാചാരങ്ങളും നീ സൂക്ഷിക്കണം, ഫഇന്നഹാ ബിദ്അ നിശ്ചയമായും അത് ബിദ്അത്താണ് എന്നാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് മദീനയിൽ ദീൻ പഠിപ്പിച്ചിരുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ ഇമാമു ദാരിൽ ഹിജ്റ ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പഠിപ്പിക്കുന്നു, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ യറാഹ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല,
ആരെങ്കിലും ഈ മതത്തിലേക്ക് ഒരു പുത്തൻ ആചാരം കൊണ്ടുവരികയും നല്ല ബിദ്അത്താണ് എന്ന് അയാൾ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അതിനർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഞ്ചന കാണിച്ചുവെന്നാണ്. കാരണം എന്താ? പ്രവാചകൻ പറയുക മതം പൂർത്തിയാക്കി എന്ന്, ഇവൻ പറയുക പൂർത്തിയാക്കിയ മതത്തിൽ ഇല്ലെങ്കിലും നല്ല കാര്യമാണ് എന്ന്. അതിനർത്ഥം ഇത് നല്ല കാര്യമായിട്ട് കൂടി പ്രവാചകൻ പഠിപ്പിക്കാതെ പോയി എന്നല്ലേ? അഥവാ മുഴുവനും പഠിപ്പിക്കാതെ ഞാൻ മുഴുവനും പഠിപ്പിച്ചുവെന്ന് നബി നമ്മോട് വ്യാജമായി പറഞ്ഞു പറ്റിച്ചു പോയി എന്നാണ് അവന്റെ വാദത്തിന്റെ ആശയമെന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പഠിപ്പിക്കുകയാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുന്നു, മനിസ്തഹ്സന ഫഖദ് ശറഅ, ആരെങ്കിലും ഇസ്തിഹ്സാൻ ചെയ്താൽ നല്ലതാണ് എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് ഇസ്തിഹ്സാനുമായി വന്നാൽ ഫഖദ് ശറഅ, അവൻ ശരീഅത്തുണ്ടാക്കിയവനാണ്, മത നിയമം ഉണ്ടാക്കിയവനാണ് എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുന്നു. ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാ, ഇമാമുസ്സുന്ന അല്ലെങ്കിൽ ഇമാം അഹ്ലി സുന്ന ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം പഠിപ്പിക്കുന്നു, ഉസൂലു സുന്നത്തി ഇൻദനാ അത്തമസ്സുകു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ എന്താണോ ജീവിതത്തിൽ ചെയ്ത് മാതൃകയായി കാണിച്ചത് അത് മുറുകെ പിടിക്കലാണ് നമ്മുടെ പക്കൽ ഉസൂലു സുന്ന വൽ ഇഖ്തിദാഉ ബിഹിം, അതേപോലെ ആ സ്വഹാബമാരെ പിൻപറ്റലുമാണ്. വതർക്കുൽ ബിദ്അഇ, അതുപോലെ ബിദ്അത്തിനെ ഉപേക്ഷിക്കലുമാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, വഴികേടാണ് എന്നുകൂടി ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ ഒട്ടുമിക്ക പണ്ഡിതന്മാരും പിൽക്കാലത്ത് വന്നവർ ഈ ബിദ്അത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് അധ്യാപനങ്ങൾ നൽകി. ഇങ്ങനെയൊക്കെയാണെങ്കിലും മതത്തിലേക്ക് വ്യാജമായി കടത്തിക്കൂട്ടപ്പെടുമെന്ന് പ്രവാചകൻ പ്രത്യേകമായി നമ്മെ മുൻകൂട്ടി അറിയിച്ചു. അതേപോലെ പണ്ഡിതന്മാരും അതെടുത്തു പറഞ്ഞു, അത് ഉണ്ടാവുകയും ചെയ്തു. ഒരുപാട് അനാചാരങ്ങൾ സമുദായത്തിൽ പിന്നീട് കടന്നു വന്നു. ചില ദിവസങ്ങൾക്ക് സവിശേഷത കൽപ്പിക്കപ്പെട്ടു, ചില ആഴ്ചകൾക്ക് സവിശേഷത കൽപ്പിക്കപ്പെട്ടു, ചില മാസങ്ങൾക്ക് സവിശേഷത കൽപ്പിക്കപ്പെട്ടു, ചില സ്ഥലങ്ങൾക്ക് സവിശേഷത കൽപ്പിക്കപ്പെട്ടു, ചില വ്യക്തികൾക്ക് അപ്രമാദിത്വം കൽപ്പിക്കപ്പെട്ടു. എന്നിട്ട് അതിൻ്റെയൊക്കെ പേരിൽ ഇല്ലാത്തൊരുപാട് അനാചാരങ്ങൾ വ്യത്യസ്തങ്ങളായ രീതികൾ സമുദായത്തിൽ ഉണ്ടായി വന്നു. പുതിയ പുതിയ നിസ്കാരങ്ങൾ ഉടലെടുത്തു. റഗായിബ് നിസ്കാരം പോലുള്ള, സ്വലാത്തുൽ അൽഫിയ പോലുള്ള, സ്വലാത്തുൽ ഹാജ പോലുള്ള വ്യത്യസ്തങ്ങളായ പേരുകളിൽ വിളിക്കപ്പെടുന്ന നിസ്കാരങ്ങൾ പലതും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായി കടന്നു വന്നു. നമ്മുടെ നാട്ടിലും ഏതാനും കൊല്ലമായി സ്വലാത്തുൽ അവ്വാബീൻ എന്ന പേരിൽ മഗ്‌രിബിന് ശേഷമുള്ള പ്രത്യേകമായ നിസ്കാരം കാണുന്നു. സ്വലാത്തുൽ അവ്വാബീൻ ഹദീസിൽ വന്നത് ളുഹാ നിസ്കാരമാണ്. എന്നാൽ മഗ്‌രിബിന് ശേഷം ഒരു സ്വലാത്തുൽ അവ്വാബീൻ ചില ആളുകളൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പുതിയ പുതിയ നോമ്പുകൾ, മിഅ്റാജ് നോമ്പ്, ബറാഅത്ത് നോമ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത ചില നോമ്പുകൾ സമുദായത്തിൽ കടന്നുകൂടി. അതേപോലെ വ്യത്യസ്തങ്ങളായ ദിക്റുകൾ, വ്യത്യസ്തങ്ങളായ സ്വലാത്തുകൾ, വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ദിക്റും ദുആയും സ്വലാത്തും എന്ന പേരിൽ വ്യാജമായി ഇറക്കുമതി ചെയ്യപ്പെട്ട ധാരാളം അനാചാരങ്ങൾ സമുദായത്തിൽ കാണാൻ കഴിയും. ആ ഗണത്തിൽ വന്നവ തന്നെയാണ് നബിദിനാഘോഷം എന്ന പേര് പറഞ്ഞ് റബീഉൽ അവ്വൽ മാസം 12-ന് നമ്മുടെ നാടുകളും മറ്റു ചില പ്രദേശങ്ങളുമൊക്കെയായി നടത്തപ്പെടുന്ന ഈ ഒരു ആചാരവും യഥാർത്ഥത്തിൽ ബിദ്അത്താണ്, അനാചാരമാണ്. സ്വഹാബത്തിനോ താബികൾക്കോ തമിഴ് താബികൾക്കോ മദ്ഹബിന്റെ ഇമാമുമാർക്കോ മുഹദ്ദിസുമാർക്കോ അഹ്ലുസുന്നയുടെ ആദ്യകാല പണ്ഡിതന്മാർ ഇമാമുമാർക്കോ ആർക്കും പരിചയമില്ലാത്ത പിൽക്കാലത്ത് വ്യാജമായി മതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട അനാചാരമാണെന്ന കാര്യത്തിൽ സംശയമേതുമില്ല. അനാചാരങ്ങൾ ഏതെല്ലാം സമുദായത്തിൽ വന്നുവോ അന്നെല്ലാം അതിനെതിരെ പണ്ഡിതന്മാർ ശക്തമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. അന്ന് അതിനെതിരായി ഗ്രന്ഥങ്ങൾ തന്നെയും രചിക്കപ്പെട്ടിട്ടുണ്ട്. ചില കിതാബുകൾ ഞാൻ പരിചയപ്പെടുത്താം. ഇത് ഇമാം അബൂ ശാമ റഹിമഹുള്ളയുടെ അൽ ബാഇസ് അലാ ഇൻകാരിൽ ബിദ്അഇ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥമാണ്. ഏകദേശം 800 കൊല്ലങ്ങൾക്ക് മുമ്പാണ് രചിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടങ്ങളിൽ ഉണ്ടായി വന്ന ബിദ്അത്തുകൾ, അതിനു മുമ്പുള്ള ബിദ്അത്തുകൾ, ആ ബിദ്അത്തുകളെ ഓരോന്നായി എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ബിദ്അത്താണ് എന്ന് സമുദായത്തെ ബോധ്യപ്പെടുത്താനാണ് അദ്ദേഹം ആ ഗ്രന്ഥം രചിച്ചത് എന്നത് നാം പ്രത്യേകമായി കാണേണ്ടതുണ്ട്. അതേപോലെ ഇമാം ശാത്തിബിയുടെ കിതാബുൽ ഇഅ്തിസാം ഏകദേശം 700 കൊല്ലങ്ങൾക്ക് മുമ്പായി രചിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ബിദ്അത്തുമായി ബന്ധപ്പെട്ട് സമുദായത്തെ ഉത്ബോധിപ്പിക്കാനാണ് ഈ ഗ്രന്ഥം അദ്ദേഹം രചിക്കുന്നത് തന്നെ. അതുപോലെ ഇത് അൽ ബിദ്അഉൽ ഹൗലിയ എന്ന പേരിൽ ഒരു വർഷം മുഴുവനും നടക്കുന്ന ബിദ്അത്തുകളെ മൊത്തം ക്രോഡീകരിച്ചുകൊണ്ട് ഓരോ മാസങ്ങളിലായി മുഹറം മാസത്തിലെ ബിദ്അത്ത്, അതുപോലെ റബീഉൽ അവ്വലിലെ ബിദ്അത്ത്, റബീഉൽ ആഖിറിലെ ബിദ്അത്ത്, ഇങ്ങനെ ഓരോ മാസങ്ങളിലായി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നടക്കുന്ന ബിദ്അത്തുകളെ ക്രോഡീകരിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് സമുദായത്തെ ഉത്ബോധിപ്പിക്കാനായി രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഇത്. ഏറ്റവും ആധുനികമായി രചിക്കപ്പെട്ട ഖാമൂസുൽ ബിദ്അ എന്നാണ്
പേര് തന്നെയും അഥവാ ബിദ്അത്ത് ഡിക്ഷണറി എന്നർത്ഥം. ലോകത്തെവിടെയെല്ലാമുള്ള എന്തെല്ലാം ബിദ്അത്തുണ്ടോ ഈ ബിദ്അത്തുകൾ മുഴുവനും ക്രോഡീകരിച്ചെടുത്തുകൊണ്ട് ഇതിനെതിരെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ വന്ന പരാമർശങ്ങൾ എവിടെയാണ് ഉള്ളത് എന്ന് പഠിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഖാമൂസുൽ ബിദ്അ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പേരുകളിൽ ധാരാളം ഗ്രന്ഥങ്ങൾ മുൻഗാമികളായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ രചിച്ചിട്ടുണ്ട്. ഇത് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുള്ളയുടെ അൽ അംറു ബിൽ ഇത്തിബാഅ് വന്നഹ്യു അനിൽ ഇബ്തിദാഅ് എന്ന ഗ്രന്ഥമാണ്. അഥവാ പ്രവാചകനെ പിൻപറ്റുകയാണ് വേണ്ടത് എന്നും ബിദ്അത്ത് പാടില്ല എന്നും പഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ സുയൂത്തി റഹിമഹുള്ളയുടെ ഗ്രന്ഥമാണ് അൽ അംറു ബിൽ ഇത്തിബാഅ്. ഇങ്ങനെ എണ്ണിലൊടുങ്ങാത്ത ഗ്രന്ഥങ്ങൾ, ഇനി മറ്റു ഗ്രന്ഥങ്ങളിൽ ബിദ്അത്തുമായി ബന്ധപ്പെട്ട അധ്യായങ്ങൾ പ്രത്യേകമായി നൽകിക്കൊണ്ട് അതിനെതിരെ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ച മറ്റൊരുപാട് ഗ്രന്ഥങ്ങൾ, ഇങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങൾ ലോകത്തെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളിലായി രചിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. എന്നാൽ ഈ ഗണത്തിൽ വന്ന ഒരു അനാചാരമാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ നബിദിനാഘോഷം എന്നത്. ഹിജറ 300-കളിൽ ഷിയാക്കൾ കൊണ്ടുവന്ന ഒരു ആചാരമാണ് യഥാർത്ഥത്തിൽ നബിദിനാഘോഷം. സ്വഹാബിമാർക്കത് പരിചയമില്ല, താബികൾക്കത് പരിചയമില്ല, തമിഴ് താബികൾക്കത് പരിചയമില്ല, അഹ്ലുസുന്നയുടെ ആദ്യകാല പണ്ഡിതന്മാർക്കാർക്കും അത് പരിചയമില്ല. പിൽക്കാലത്ത് ഷിയാക്കൾ കൊണ്ടുവന്ന, ഫാത്തിമിയാക്കൾ, ഉബൈദികൾ കൊണ്ടുവന്ന ഒരു അനാചാരമാണെന്ന് കാണാൻ കഴിയും. ഹിജറ 300-കളിൽ മുല്ല ഉമർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇത് കൊണ്ടുവരികയും ഫാത്തിമികൾ അഥവാ ഉബൈദികൾ ഷിയാക്കൾ ഏറ്റവും വലിയ ഉഗ്രവാദികളായ ടീം അവരാണ് രാത്രി ഈ ആചാരം സമുദായത്തിൽ പരിചയപ്പെടുത്തുന്നത് തന്നെ. അതല്ലാതെ നബിയോ സഹാബത്തോ താബിഴികളോ അല്ല ഇത് പരിചയപ്പെടുത്തുന്നത്. ആരാണ് ഷിയാക്കൾ? ഇന്ന് കേരളത്തിൽ അത് പരിചിതമാണ്. കഴിഞ്ഞ ചില സംസാരങ്ങളിലായി മുജാഹിദ് പ്രസ്ഥാനം വളരെ വ്യാപകമായി ഷിയായിസത്തെ കുറിച്ചുള്ള ഉത്ബോധനങ്ങൾ നൽകിയിട്ടുമുണ്ട്. നമ്മുടെ നാട്ടിൽ ചില മുസ്ലിയാക്കന്മാർ ഷിയായിസത്തിനെ ചില മുഖം മൂടിയിട്ടുകൊണ്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ ഉത്ബോധനവുമായി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കഴിഞ്ഞ മാസങ്ങളിൽ ശക്തമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ആ ഷിയാക്കളിൽ ഏറ്റവും വലിയ ആദർശ രംഗത്ത് അപകടം പിടിച്ച വാദങ്ങളുമായി വന്ന ഫാത്തിമിയാക്കൾ, ഉബൈദികൾ, അവരാണ് ഹജറുൽ അസ്വദ് കട്ടെടുത്ത് കൊണ്ടുപോയത് കഅബാലയത്തിൽ നിന്ന്. ഹിജറ 300-കളിൽ കഅബയിൽ നിന്ന് ഹജറുൽ അസ്വദ് മോഷ്ടിക്കുകയും 20 കൊല്ലക്കാലം ഹജറുൽ അസ്വദ് ഇല്ലാതെ ആ കഅബ നിലകൊള്ളുകയും ചെയ്തുവെന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. ഹജ്ജിന് വന്ന ആയിരക്കണക്കിന് മനുഷ്യന്മാരെ കൊന്നൊടുക്കിയവരാണവർ. ഹജ്ജ് പോലും മുടക്കം ചെയ്ത് ചില കൊല്ലങ്ങളിൽ ഹജ്ജ് പോലും നിർവഹിക്കാൻ കഴിയാതെ മുടക്കിയവരാണ് ഈ ഷിയാക്കൾ. ധാരാളം മുസ്ലിം പണ്ഡിതന്മാരെയും അല്ലാത്തവരെയും കൊന്നുകളഞ്ഞവർ അവരാണ്. ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഈ സമുദായത്തിൽ പ്രചരിപ്പിച്ചവർ. വ്യക്തികൾക്ക് അപ്പുറമായിട്ടും അവരാണ് കൽപ്പിച്ചത്. അലി ഇബ്നു അബീ ത്വാലിബാണ് നബിയാവേണ്ടത് എന്ന് പോലും വാദിക്കുന്നവർ ഷിയാക്കളിൽ ഉണ്ട് എന്നാണ്. എന്ന് മാത്രമല്ല, അലിയാണ് ഇലാഹെന്ന് പോലും വാദിക്കുന്നവരും ആ കൂട്ടത്തിലുണ്ട്. അലി മഹദിയാണെന്ന് പറയുന്നവർ ആ കൂട്ടത്തിലുണ്ട്. അവിടെ ഇമാമിങ്ങളെല്ലാം മഅ്സൂമികളാണ്, പാപസുരക്ഷിതരാണ് എന്ന് വിശ്വസിക്കുന്നവർ ഷിയാക്കളിലുണ്ട്. ആ ഷിയാക്കളാണ് ഹിജറ 300-കളിൽ ഈ ആഘോഷവുമായി വരുന്നത്. അന്നവർ കൊണ്ടുവന്നത് പ്രധാനമായും 6 ആഘോഷമായിരുന്നു. ഒന്ന് നബിയുടെ ജന്മദിനം, മറ്റൊന്ന് അലിയുടെ ജന്മദിനം, മൂന്നാമത് ഫാത്തിമയുടെ ജന്മദിനം, 4-മത് ഹസനിന്റെയും 5 ഹുസൈനിന്റെയും ജന്മദിനങ്ങൾ റളിയല്ലാഹു അൻഹും. 6-മതായി അന്നത്തെ ഷിയ ഭരണാധികാരി ആരാണോ ആ ഭരണാധികാരിയുടെ ജന്മദിനവും. ഇങ്ങനെ 6 ജന്മദിനാഘോഷങ്ങൾ ഹിജറ 300-കളിൽ ഷിയാക്കൾ കൊണ്ടുവന്നു. രാജകീയമായ ഭരണപരമായ സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ വ്യാപകമായി അത് നാട്ടിൽ പ്രചരിപ്പിക്കുകയും എല്ലാവരും അതിന്റെ പിന്നാലെ മാത്രം പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് മാറി വന്ന ഭരണാധികാരികൾ ചിലർ ഇത് തിരിച്ചറിയുകയും നിർത്തലാക്കാൻ വേണ്ട നടപടികൾ ചെയ്യുകയും അങ്ങനെ ഹിജറ 400-ഓടുകൂടി ലോകത്ത് അത് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ പോലും ഉണ്ടാവുകയും ചെയ്തു. പണ്ഡിതന്മാർ, ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. ആളുകൾ ഇത് മറന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ്. ഈ ആചാരം തന്നെ, ഈ ആഘോഷങ്ങൾ തന്നെ മറന്നു പോകുന്ന സാഹചര്യമുണ്ടായി. പിന്നീടാണ് ഹിജറ 600-കളിൽ മുളഫർ രാജാവ് എന്ന് പറയുന്ന ഇർബൽ എന്ന പ്രദേശം ഭരിച്ച ഒരു ഭരണാധികാരി ഹിജറ 630-ലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ആ മുളഫർ രാജാവാണ്, ഹിജറ 630-ൽ മരിച്ച മുളഫർ രാജാവാണ് ഈ ആഘോഷത്തെ 2-മത് കൊണ്ടുവന്ന് സൂഫികളുടെ അകമ്പടിയോടുകൂടി അന്ന് സമൂഹത്തിൽ വ്യാപകമായി അദ്ദേഹം അത് 2-മത് പുനരാരംഭിക്കുന്നത്. സൂഫികൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തിരുന്ന, സൂഫികൾക്ക് വേണ്ടി ഒരുപാട് പർണശാലകൾ തന്നെ രാജ്യത്ത് കെട്ടിയുണ്ടാക്കിയിരുന്ന, ലോകത്തിന്റെ ഏതു ഭാഗത്തുമുള്ള സൂഫിക്ക് ഫ്രീ ആയി അങ്ങോട്ട് വരാൻ വേണ്ട സൗകര്യങ്ങളും താമസ ഭക്ഷണ സൗകര്യങ്ങളും എല്ലാം നൽകി
അവർക്കെല്ലാം വാരിക്കോരി സമ്മാനങ്ങൾ നൽകി സൂഫിയത്തിനെ പ്രോത്സാഹിപ്പിച്ച ഒരു ഭരണാധികാരിയായിരുന്നു മുദഫർ രാജാവ്. ആ മുദഫർ രാജാവിന് എല്ലാ ഒത്താശയും ചെയ്ത് അദ്ദേഹത്തിന് കൂടെ കൂടി അദ്ദേഹത്തിന് വേണ്ടി കൂടെയുണ്ടായിരുന്ന ചില പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുടെ ഒത്താശയോടുകൂടി ഈ ഒരു ആചാരം ആ നാട്ടിൽ ഒരു ഭരണ പരിഷ്കാരം എന്നോണം മുദഫർ രാജാവ് കൊണ്ടുവരികയും അതിനുവേണ്ടി ധാരാളം സമ്പത്ത് ഖജനാവിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്തുവെന്നാണ് വ്യത്യസ്തരായ ചരിത്രകാരന്മാർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഇബ്നു കസീർ റഹിമഹുള്ളയുടെ അൽബിദായത്തു വന്നിഹായ പോലുള്ള ഗ്രന്ഥങ്ങളിൽ ആ ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അക്കാലത്ത് ജീവിച്ച പണ്ഡിതന്മാരെല്ലാം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് മതത്തിൽ ഒരു പ്രത്യേകമായ ആചാരമായി ഒരു ഇബാദത്തായി അത് കൊണ്ടുവന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ആചാരം എന്നോണം ഒരു നാട്ടിലെ ഭരണാധികാരിയുടെ ഭരണപരിഷ്കാരം എന്നോണമാണ് അന്നത് രംഗത്ത് വന്നത്. എന്നിട്ട് പോലും ചില പണ്ഡിതന്മാർ അന്ന് ആക്ഷേപിച്ചു, ചില പണ്ഡിതന്മാർ അനുകൂലിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് കാലക്രമേണ അത് വളർന്നു വലുതായി ലോകത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് അത് പ്രചരിക്കുകയും മതചിഹ്നം എന്നോണം അത് പിന്നീട് മാറ്റപ്പെടുകയും ചെയ്തുവെന്ന് കാണാൻ കഴിയും. അവസാനം ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുള്ള രാവാണെന്ന് പോലും അതേക്കുറിച്ച് പിന്നീട് എഴുതി പിടിപ്പിച്ചവർ ഉണ്ടായിട്ടുണ്ട്. ഇത് ഈദാണെന്ന് പറഞ്ഞവർ 2 ഈദ് കഴിഞ്ഞാൽ 3ാമത്തെ ഈദാണ് ഇതെന്ന് പഠിപ്പിച്ചവർ നമ്മുടെ കേരളക്കരയിൽ പോലും മലയാളത്തിൽ അങ്ങനെ എഴുതി വിട്ടവരുണ്ട്. മുസ്ലിമീങ്ങൾക്ക് 3 ആഘോഷമാണുള്ളത്. ഒന്ന് ചെറിയ പെരുന്നാളാണ്, മറ്റൊന്ന് ഈദുൽ അദ്ഹ ബലി പെരുന്നാളാണ്, 3ാമത്തേത് ഈദ് മീലാദ് റസൂലില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ മീലാദ് എന്ന ഈദാണ്. ഈ 3 ഈദ് 3 ആഘോഷങ്ങളാണ് മുസ്ലിമീങ്ങൾക്കുള്ളത് എന്ന് പച്ച മലയാളത്തിൽ ലേഖനം എഴുതി വിട്ടവർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈദ് എന്ന് പറയുന്ന വാക്ക് ഇസ്ലാമിൽ വലിയ മഹത്വമുള്ള ഒരു പദപ്രയോഗമാണ്. ഈദ് എന്നത് ശരീഅത്തിന്റെ ഭാഗമായിട്ടാണല്ലോ പഠിപ്പിക്കപ്പെടുന്നത്. മുൻഗാമികളായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരൊക്കെ അക്കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈദ് എന്നത് ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒരു ദിവസത്തിന് ഒരു സ്ഥലത്തിന് സവിശേഷത കൽപ്പിച്ചുകൊണ്ട് അവിടെ പ്രത്യേകമായ ചില സംഗമങ്ങൾ, പ്രത്യേകമായ ആഘോഷങ്ങൾ ആ ദിവസത്തിന്റെ പേരിൽ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഒക്കെ കൊണ്ടുവരുന്നുവെങ്കിൽ അതിനാണ് ഈദ് എന്ന് പരിചയപ്പെടുത്തത്. അത്തരം ഈദ് നിശ്ചയിക്കാൻ അല്ലാഹു തആലാക്ക് മാത്രമേ അധികാരമുള്ളൂ. കാരണം ഏതു സ്ഥലത്തിന് സവിശേഷതയുണ്ട് എന്ന് അള്ളാഹുവാണ് പറയേണ്ടത്, റസൂലാണ് പറയേണ്ടത്. ഏത് ദിവസത്തിന് സവിശേഷതയുണ്ട് എന്ന് അള്ളയാണ് പഠിപ്പിക്കേണ്ടത്, റസൂലാണ് പഠിപ്പിക്കേണ്ടത്. വെള്ളിയാഴ്ചക്ക് സവിശേഷതയുണ്ട്, എന്തേ കാരണം എവിടെ നിന്ന് കിട്ടി? നബി തങ്ങൾ പഠിപ്പിച്ചു വഹ്യു പ്രകാരം. തിങ്കളാഴ്ചക്ക് സവിശേഷതയുണ്ട്, നബി തങ്ങൾ പഠിപ്പിച്ചു വഹ്യു പ്രകാരം. റമദാൻ മാസം പവിത്രമാണ്, നബി തങ്ങൾ പഠിപ്പിച്ചു, അല്ല പഠിപ്പിച്ചു ഖുർആനിലൂടെ, നബിയുടെ ഹദീസിലൂടെ. അതുപോലെ 4 മാസം പവിത്രമാണ്, അല്ല പറഞ്ഞു ഖുർആനിൽ, നബി തങ്ങൾ പഠിപ്പിച്ചു ഹദീസുകളിൽ. ഇങ്ങനെ അല്ലാഹു തആല പഠിപ്പിച്ചത്, അല്ലാഹുവിന്റെ വഹ്യ് പ്രകാരം നബി തങ്ങൾ പഠിപ്പിച്ചതാണ് ഈദ്. ഈദ് എന്നുള്ളത് നബി തങ്ങൾ പറഞ്ഞു നമുക്കുള്ള ഈദ് 2 എണ്ണമാണ്. ഖദ് അബ്ദലകുമുല്ലാഹു ഖൈറൻ മിൻഹാ, അന്നുള്ള ആഘോഷ ദിവസത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് അതിനേക്കാൾ ഖൈറായ 2 ആഘോഷ ദിവസങ്ങളെ അല്ല നിങ്ങൾക്ക് തന്നിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈദുൽ ഫിത്ർ വ ഈദുൽ അദ്ഹ, ചെറിയ പെരുന്നാളും ബലി പെരുന്നാളും എന്ന് നബി തങ്ങൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. ആ 2 ഈദാണ് വിശ്വാസികളുടെ ഈദ്. അതല്ലാതെ ഈദുൽ മീലാദ് റസൂലില്ല എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ മീലാദ് എന്നൊരു ഈദ് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. സ്വഹാബിമാർക്ക് അത് പരിചയവുമില്ല, താബിഈങ്ങൾക്കും പരിചയമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ആചാരം, ഈ ഒരു ആഘോഷം മതത്തിലേക്ക് പിൽക്കാലത്ത് വ്യാജമായി കൂട്ടിച്ചേർക്കപ്പെട്ട അനാചാരമാണ്, ബിദ്അത്താണ് എന്ന് മനസ്സിലാക്കാൻ ഏറെ പ്രയാസമൊന്നുമില്ല. മാത്രവുമല്ല നമ്മുടെ നാടുകളിൽ നബാത്തി ഖുത്ബ എന്ന പേരിൽ ഓതപ്പെടുന്ന ഖുത്ബയുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുന്ന ഒരു ഖുത്ബ സമാഹാരം. ഹിജ്റ 300കളിൽ ഈജിപ്തിൽ ജീവിച്ചു പോയ ഇബ്നു നുസ്രി എന്ന് പറയുന്ന അന്നത്തെ ഒരു വലിയ പ്രഭാഷകൻ, ഒരു നല്ല ഖതീബ്, സൈഫുദ്ദൗലയുടെ ജിഹാദിന് വേണ്ട എല്ലാ ഒത്താശയും ചെയ്ത് മിമ്പറിലൂടെ അതിനുവേണ്ടി ആഹ്വാനം ചെയ്ത അന്നത്തെ നല്ല സ്വാധീനമുള്ള ഒരു പ്രഭാഷകനായിരുന്നു ഇബ്നു ബാത്തത്തുൽ മിസ്രി. അദ്ദേഹം നടത്തിയ ഖുത്ബകളുടെ സമാഹാരമാണ് നമ്മുടെ നാടുകളിൽ പല പള്ളികളിലും ഇന്ന് ഖുത്ബയായി ഓതിക്കൊണ്ടിരിക്കുന്നത്. ആ കിതാബെടുത്താൽ റബീഉൽ അവ്വൽ മാസത്തിൽ 5 ഖുത്ബയാണ് നമുക്കതിൽ കാണാൻ കഴിയുക. ഒന്നാമത്തെ ഖുത്ബ തന്നെ എന്താണ്? അൽ ഖുത്ബത്തുൽ ഊല മിൻ ശഹ്രി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസത്തിലെ 1ാമത്തെ ഖുത്ബ എന്ന് പറഞ്ഞുകൊണ്ട് ഹെഡിങ് തന്നെ നൽകിയത് യുദ്കറു ഫീഹാ വഫാത്തുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ വഫാത്ത് പരാമർശിക്കപ്പെടുന്ന ഖുത്ബ എന്നാണ്. ഈ ഖുത്ബയിൽ നബിയുടെ വഫാത്താണ്, നബിയുടെ മരണമാണ് പരാമർശ വിഷയം.
ജന്മവുമായി ബന്ധപ്പെട്ട വിഷയം പോലും ഇതിൽ പറയുന്നില്ല. ജന്മദിനാഘോഷമോ ഈദ് മീലാദോ അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളോ ഒരു വരി പോലും പരാമർശിക്കുന്നില്ല. നബിയുടെ വഫാത്തും അതിന്റെ വേദനയും ദുഃഖവുമാണ് ഒന്നാമത്തെ ഖുത്ബയിൽ പ്രത്യേകമായി എടുത്തു പറയുന്നത്. രണ്ടാം ഖുത്ബയിലേക്ക് പോയാലോ, രണ്ടാമത്തെ ആഴ്ചയിൽ അൽ ഖുത്ബത്ത് സാനിയ, രണ്ടാമത്തെ ഖുത്ബ എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുന്നത് അവിടെയും വിഷയം എന്താ? യുദക്കറു ഫീഹാ വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽ നബിയുടെ വഫാത്താണ്, നബിയുടെ മരണമാണ് പ്രതിപാദ്യ വിഷയം. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടൊരു വാക്ക് പോലും ഈ ഖുത്ബയിൽ വന്നില്ല. 1100 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ അന്ന് നിർവഹിക്കപ്പെട്ട ഖുത്ബ അത് സമാഹരിച്ച് ഏടാക്കി നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലെ ഷാഫി പള്ളികളിൽ ഇത് ഓതുന്നുവെന്ന് പറയുമ്പോൾ ആ ഖുത്ബയിൽ പോലും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട യാതൊരു പരാമർശവുമില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ്. എന്നെങ്കിലും ഇത് ആഘോഷിക്കുന്ന ആളുകൾ ഒന്ന് ആലോചിച്ചിരുന്നുവെങ്കിൽ സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ പ്രവാചകർക്ക് പരിചയമില്ലാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത, താബികൾക്ക് പരിചയമില്ലാത്ത ഈ ആഘോഷം എങ്ങനെ മതപരമായ ഒരാഘോഷമായി മാറും? ബഹുമാനപ്പെട്ട അഹ്ലുസുന്നയുടെ പണ്ഡിതനായ അലിമാം അബ്ദുസ്സലാം അൽ ഖുശൈരി റഹിമഹുല്ലാ അദ്ദേഹം പഠിപ്പിക്കുകയാണ്, ഈ നബിദിനാഘോഷം എന്ന് പറയുന്നത് ഫത്തിഖാദു മൗലിദിഹി മൗസിമ, ഈ ജന്മദിനത്തെ ഒരു ആഘോഷവേളയാക്കി സ്വീകരിക്കുക എന്നത്, വൽഇഹ്തിഫാലു ബിഹി, അത് ആഘോഷിക്കലും ബിദ്അത്തും മുൻകറത്തുൻ വലാല ലം യരിദ് ബിഹാ ശർഉൻ വലാ അഖൽ, ഇത് ബിദ്അത്തും മുൻകറ, ആക്ഷേപിക്കപ്പെട്ട ബിദ്അത്താണ്, വലാലത്താണ്, വഴികേടാണ്. ലം യരിദ് ബിഹാ ശർഉൻ വലാ അഖൽ, മതത്തിൽ അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല, ബുദ്ധിപരമായും ഇത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. വലൗ കാന ഫീ ഹാദാ ഖൈറുൻ, ഇതിൽ ഖൈറുണ്ടായിരുന്നുവെങ്കിൽ, നന്മയായിരുന്നുവെങ്കിൽ, ഫകൈഫ യഗ്ഫലു അൻഹു അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലി വസായിറു സ്വഹാബ വത്താബിഊന വതാബിഊഹും, ഇത് ഖൈറായിരുന്നുവെങ്കിൽ, നന്മയായിരുന്നുവെങ്കിൽ, ഫകൈഫ യഗ്ഫലു അൻഹു അബൂബക്കർ, എങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് അശ്രദ്ധമായി പോവുക? ഉമർ ഖത്താബ്, ഉസ്മാൻ അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും വസായിറു സ്വഹാബ, മറ്റു സഹാബിമാരും താബിഈകളും തബഉ താബിഈകളും അതേപോലെ മദ്ഹബിന്റെ ഇമാമുമാർ, അവരുടെ അനുയായികൾ, അവരൊക്കെ എങ്ങനെയാണ് ഇത് ശ്രദ്ധിക്കാതെ പോവുക? ലാ ശക്ക അന്നമാ അഹ്ദസഹു ഇല്ലൽ മുതസവ്വിഫൂന അൽ അക്കാലുന ബത്താലുന അസ്ഹാബുൽ ബിദ്അ, സംശയമേ ഇല്ല, തീർച്ചയായും ഇത് പുതുതായി കൊണ്ടുവന്നത് അൽ മുതസവ്വിഫൂൻ, സൂഫികളാണ് കൊണ്ടുവന്നത്, അൽ അക്കാലൂൻ, തീറ്റക്കൊതിയന്മാരാണ് കൊണ്ടുവന്നത്, അൽ ബത്താലൂന, ബോസന്മാരാണ് കൊണ്ടുവന്നത്, അസ്ഹാബുൽ ബിദ്അ, ബിദ്അത്തിന്റെ കക്ഷികളാണ് ഇത് കൊണ്ടുവന്നത്. വതബി അന്നാസു ബഅ്ദുഹും ബഅ്ദാ ഫീഹി, പിന്നീട് ജനങ്ങൾ ഒന്നിനെ പിറകെ ഒന്നായി ആളുകൾ അതങ്ങ് ഏറ്റെടുക്കുകയും ചെയ്തു എന്നല്ലാതെ പ്രമാണങ്ങളെ പിൻബലമില്ല എന്ന് പഠിപ്പിച്ച ഈ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം, ഇത്തരം ഒരു ബിദ്അത്തായ പുത്തനാചാരമായ മതത്തെ കൂട്ടിച്ചേർക്കപ്പെട്ട ഈ ആഘോഷം നമുക്ക് ആവശ്യമില്ല. സ്വഹാബത്ത് ആഘോഷിക്കാത്ത, താബികൾ ആഘോഷിക്കാത്ത, തബഉ താബികൾ ആഘോഷിക്കാത്ത, ഷാഫി ഇമാമിനെ പോലും പിൻബലമില്ലാത്ത, അശ്അരി ഇമാമിനെ പോലും പിൻബലമില്ലാത്ത, മുഹീദ്ദീൻ ശൈഖിന് പോലും പരിചയമില്ലാത്ത ഹദീസ് പണ്ഡിതന്മാർ, ഖുർആൻ വ്യാഖ്യാതാക്കൾ, അവരൊക്കെ ആധികാരിക പണ്ഡിതന്മാർ, അവർക്കാർക്കും പരിചയമില്ലാത്ത, അഹ്ലുസുന്നയുടെ ആദ്യകാല നേതാക്കന്മാരാരും ചെയ്തിട്ടില്ലാത്ത ഈ ഒരു ആഘോഷം നമുക്ക് ആവശ്യമില്ല എന്ന് നമുക്ക് തീരുമാനിക്കാം. എന്നിട്ട് നബിയെ എങ്ങനെ സ്നേഹിക്കാനാണോ, എങ്ങനെ പിൻപറ്റാനാണോ അല്ലാഹുവും റസൂലും പഠിപ്പിച്ചത്, ആ നിലയ്ക്ക് നമുക്ക് പിൻപറ്റാം. വിശുദ്ധ ഖുർആൻ പറഞ്ഞുവല്ലോ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബുനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം, പ്രഖ്യാപിക്കണം, നിങ്ങൾക്ക് അല്ലാഹുവിനെ ഇഷ്ടമുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റൂ, എങ്കിൽ യുഹിബ്ബുക്കുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ സ്നേഹിക്കുമെന്ന ഖുർആനിക വചനം മുഖവിലക്കെടുത്തുകൊണ്ട് ജീവിതത്തിലെ എല്ലാ രംഗത്തും ആ നബിയെ മാതൃകയാക്കി ജീവിക്കാൻ നാം പരിശ്രമിക്കുക. കൊല്ലത്തിലൊരു മാസം മാത്രമല്ല, ഒരു ദിവസം മാത്രമല്ല, മുഴുവൻ ദിവസവും മുഴുവൻ സമയവും എല്ലാ ആയുസ്സിലും ആ നബിയെ പിൻപറ്റിക്കൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദിക്ർ ചൊല്ലി എഴുന്നേൽക്കുന്നു. എന്തുകൊണ്ട്? എൻ്റെ നബി ഞങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെയാണ് എന്ന ആ ഒരു തിരിച്ചറിവ്. അതേപോലെ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടത്തേക്ക് കാല് വെച്ച് കയറുന്നു. എന്തുകൊണ്ട്? എൻ്റെ നബിയുടെ മാതൃക ഇതാണ് എന്ന ആ നിയ്യത്തോടു കൂടി. പുറത്തേക്ക് വരുമ്പോൾ വലതുകാല് വെച്ച് പുറത്തിറങ്ങുന്നു, എൻ്റെ നബിയുടെ മാതൃക ഇതാണ് എന്ന ഉദ്ദേശത്തോടു കൂടി. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങുന്നു, പള്ളിയിൽ പോയി കയറുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് വലതുകാലും വെച്ച് കയറുന്നു. എന്തുകൊണ്ട്? എൻ്റെ നബി ഞങ്ങളുടെ അധ്യാപനം അതാണ്. ജീവിതത്തിലെ ഓരോ രംഗത്തും, ഭക്ഷണ രംഗത്ത്, വസ്ത്രം ധരിക്കുന്നിടത്ത്, യാത്ര പോകുന്നിടത്ത്, വീട്ടിൽ തിരിച്ചെത്തുന്നിടത്ത്, രാത്രി ഉറങ്ങാൻ കിടക്കുന്നിടത്ത്, രാവിലെ എണീക്കുന്നിടത്ത്, ഇങ്ങനെ തുടങ്ങിയ കച്ചവടങ്ങളിൽ, ഇടപാടുകളിൽ, ഇബാദത്തുകളിൽ, എല്ലാ രംഗത്തും എൻ്റെ പ്രവാചക അധ്യാപനം എന്ത് എന്ന് അന്വേഷിക്കുകയും
ആ നബിയെ നമ്മുടെ മാതൃകാ പുരുഷനായി കണ്ട് നമ്മുടെ ജീവനേക്കാളേറെ ആ നബിയെ സ്നേഹിച്ചുകൊണ്ട് ഒരു ശരിയായ നബി സ്നേഹിയായി മാറാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, നമ്മൾ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ചോദ്യകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പലപ്പോഴും ഇത്തരം മുഖാമുഖങ്ങളൊക്കെ വീക്ഷിക്കുന്നവരായിരിക്കും. ഒരു ചോദ്യത്തിലേക്ക് പരമാവധി സമയം ചുരുക്കി, നമുക്ക് പിന്നിലൊരു ക്യൂ ഉണ്ട്, മറ്റു പലരുടെയും ചോദ്യങ്ങൾ വരാനുണ്ട്, അവരുടെ കൂടി അവസരം നഷ്ടപ്പെടാതിരിക്കണം എന്ന ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ചോദ്യത്തിലേക്ക് കടക്കാൻ. ഒന്നാമത്തെ ചോദ്യകർത്താവിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും. ചോദിക്കൂ. ഹലോ, കേൾക്കുന്നുണ്ട്, ചോദിക്കാം. ഞാൻ നൗഷാദ് അലി, എടവണ്ണപ്പാറയാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അൽഹംദുലില്ലാ, നല്ല വിഷയം. ഞാനൊരു വളരെ ചുരുങ്ങിയ രീതിയിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഖുർആനിൽ റസൂലുള്ളാഹിയുടെ ജന്മത്തെക്കുറിച്ചും നബിതങ്ങളെ കുറിച്ച് സന്തോഷിക്കുന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു പരാമർശം ഖുർആനിൽ കാണാൻ കഴിയും. കുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫഫ്റഹു എന്ന് പറയുന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തഫ്സീർ പണ്ഡിതന്മാര് വബിറഹ്മതിഹി എന്നതുകൊണ്ട് ഇസ്ലാമാണെന്നും ഖുർആനാണെന്നും മുഹമ്മദ് നബിയാണെന്നും ഒക്കെ വ്യാഖ്യാനമുണ്ട്. ഞാൻ 2 മിനിറ്റേ ചോദിക്കുന്നുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഈ റസൂലുള്ളാഹിയുടെ ജന്മദിനത്തിൽ എന്നതിന് ആ ആയത്തിൽ തെളിവില്ല. എന്നാലും നബി തങ്ങൾ പ്രത്യേകതയുള്ള ആളാണ്. നബി തങ്ങളുടെ കാര്യങ്ങളിൽ സന്തോഷം പ്രകടിപ്പിക്കാം എന്നത് നമുക്ക് തെളിവായിട്ട് ഉദ്ധരിക്കാവുന്നതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോ റസൂലുള്ളാഹി തങ്ങളെ മദീനയിലേക്ക് വന്ന സമയത്ത് മദീനക്കാർ നബി തങ്ങളെ തൊലഅൽ ബദ്രു അലൈന എന്ന് പാട്ട് പാടി ദഫ് മുട്ടി സ്വീകരിച്ചപ്പോ നബി തങ്ങൾ ഇത്തരത്തിലൊരു സന്തോഷ പ്രകടനം പാടില്ലെന്ന ഒരു വിലക്ക് നബി ഏർപ്പെടുത്തിയിട്ടില്ല. പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ എന്റെ സംശയങ്ങൾ ചുരുക്കി ചോദിക്കുകയാണ്. നബിദിനാഘോഷം, നബിദിനാഘോഷം എന്ന് പറയുന്നതിൽ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒന്ന്, റസൂലുള്ളാഹി തങ്ങൾ ഇതേ ദിവസം തന്നെയാണ് മരണപ്പെട്ടത്, അതുകൊണ്ട് റസൂലിന്റെ മരണത്തിൽ സന്തോഷിക്കലാകില്ലേ എന്നുള്ളൊരു പരാമർശം നേരത്തെ ഒരു പ്രസംഗത്തിൽ, ഉദ്ഘാടന പ്രസംഗത്തിൽ എനിക്ക് കണ്ടു. ഞാൻ ചോദിക്കുന്നത്, ഇസ്ലാമിക പ്രമാണപ്രകാരം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 3 ദിവസം മാത്രമാണ് സങ്കടപ്പെടേണ്ടതുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരാൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അത് അനിസ്ലാമികമാണ്. അപ്പൊ നബി തങ്ങളുടെ ജന്മദിനം എന്ന് പറയുന്ന ദിവസത്തിൽ റസൂലുള്ളാഹി തങ്ങളെ ഒരു പ്രത്യേകതയുള്ള മനുഷ്യനെയാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന എന്താണ് നിങ്ങൾ ചോദ്യത്തിലേക്ക് വരൂ. ചോദ്യം, ഈ ഇത്തരത്തിൽ എന്താ പറയാ, നബി തങ്ങളുടെ പേരിൽ മൗലൂദ് ചെല്ലുന്നത് അല്ലെങ്കിൽ നബി തങ്ങളുടെ മദ്ഹ് ചെല്ലുന്നത്, നബിദിന ആഘോഷം എന്നത് ഖുർആനിൽ തെളിവില്ലെങ്കിലും ഇത്തരത്തിൽ ഇസ്ലാമിലെ ബിദ്അത്തുൻ ഹസന എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിലൂടെ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്വഹാബികൾ നബിദിന ആഘോഷത്തിൽ ഒക്കെ ശരിയാണ്. എന്നാൽ ഇമാം സുയൂത്തിയുടെ ഹാവിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യം, അദ്ദേഹത്തിന്റെ ഖണ്ഡനം ചെയ്തുകൊണ്ട് ഇമാം സുയൂത്തി ഹാവിയിൽ പറയുന്ന വളരെ മനോഹരമായിട്ട് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത്, നബിദിനം നബിയെ പ്രത്യേകമായി ആദരിക്കേണ്ടതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയേണ്ടതാണെന്ന് സുയൂത്തി ഇമാം പറയുന്നിടത്ത് ഫാക്കിഹാനി എന്ന് പറയുന്ന ചോദ്യം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് ചോദിക്കൂ. കുറെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് പകരം ഒരൊറ്റ പോയിന്റിലേക്ക് ചുരുക്കും നിങ്ങളുടെ ചോദ്യത്തെ. നിങ്ങൾ എന്താണ് അറിയാൻ ആഗ്രഹിക്കുന്നത്? വളരെ ചുരുക്കിയ ചോദ്യം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്താ പറയാ സ്നേഹിക്കുന്നത്, അവരുടെ പേരിൽ മൗലൂദ് ചെല്ലുന്നത്, അവരുടെ മദ്ഹുകൾ പാടുന്നതും പറയുന്നതും ഇസ്ലാമികമാണെന്ന് സുയൂത്തി ഇമാം അടക്കമുള്ള ഇബ്നു ഹജറുൽ അസ്കലാനി അടക്കമുള്ള മഹാന്മാർ ഹാവി പോലുള്ള കിതാബുകളിലും ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോ ഖുർആനും സുന്നത്തും, ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്, ഖുർആനും സുന്നത്തിലും അല്ലാത്ത പല കാര്യങ്ങളും കേരളത്തിലെ മുജാഹിദുകളും സുന്നികളും ചെയ്യുന്നുണ്ട്, ഖുർആനും ഹദീസും പറയാത്ത പലതും. ഇതിനൊക്കെ അടിസ്ഥാനം ഇജ്മാവും ഖിയാസും ഒക്കെയാണല്ലോ. അപ്പൊ ഇത്തരത്തിൽ സുയൂത്തി ഇമാമിന്റെ ഈ ഒരു കാഴ്ചപ്പാടിലൂടെ നബി തങ്ങളുടെ മദ്ഹ് പറയുന്നത് ശരിയല്ലേ? അതിനെ അടച്ചാക്ഷേപിക്കാൻ പാടില്ല. അതിന്റെ ഉത്തരത്തിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചോദ്യകർത്താവ് ഒരു 3-4 കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്
പരമാവധി ചുരുക്കി അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഉള്ള അറിവനുസരിച്ച് പറയാൻ ശ്രമിക്കാം. പ്രവാചകനെ സ്നേഹിക്കാമോ, പ്രവാചക മഹത്വങ്ങൾ പറയാമോ, പ്രശംസിക്കാമോ എന്ന വിഷയത്തിൽ എവിടെയും രണ്ടഭിപ്രായം ഇല്ല, ഉണ്ടാവാനും പാടില്ല. എൻ്റെ വിശ്വാസത്തിൽ ഞാൻ കാര്യം പറയുകയും ചെയ്തു. വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രിയപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. ആ നബിയുടെ ഓരോ അധ്യാപനങ്ങളെയും കഴിവിൻ്റെ പരമാവധി അനുധാവനം ചെയ്യുവാനും നബിയുടെ മഹത്വങ്ങളെ എത്ര തന്നെ അത് വർണ്ണിച്ചാലും തീരാത്തത്രയാണ് എന്നുമൊക്കെ പ്രമാണങ്ങൾ പരിചയപ്പെടുത്തും. അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. എന്തിനേറെ അഹ്ലുസുന്നയുടെ പ്രഗത്ഭനായ പണ്ഡിതൻ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് അസ്വാരിമുൽ മസ്ലൂൽ അലാ ഷാത്തിമിർ റസൂൽ എന്നാണ് കിതാബിൻ്റെ പേര് തന്നെ. അസ്വാരിമുൽ മസ്ലൂൽ, ഊരിപ്പിടിച്ച വാള്, അലാ ഷാത്തിമിർ റസൂൽ, റസൂലിനെ ആക്ഷേപിക്കുന്നവർക്കെതിരെ ഊരിപ്പിടിച്ച വാൾ എന്നാണ് കിതാബിന് പേര് തന്നെ. ആ പേര് കേട്ട തന്നെ ബേജാറായി പോകും. അത്രയേറെ നബിയെ ആക്ഷേപിക്കാൻ ഒരാളെയും സമ്മതിക്കില്ല. നബിക്കെതിരെ എന്തു ആക്ഷേപം ഉന്നയിച്ചാലും അതിനെതിരെ അത് ശക്തമായി ഇടപെട്ടുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല അന്ന് രചിച്ച ഏകദേശം 700 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ് അസ്വാരിമുൽ മസ്ലൂൽ എന്ന ഗ്രന്ഥം. ഈ നബിയുടെ മഹത്വങ്ങളാണെങ്കിൽ പ്രവാചകന്റെ മഹത്വം വിശ്വാസിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. വിശ്വാസിയുടെ എല്ലാ രംഗത്തും ആ നബിയുടെ മഹത്വങ്ങളെ അവർ പറയുകയും പാടുകയും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ധാരാളമായി കാണാൻ. ഒറ്റ ഉദാഹരണം, വിസ്ഡം ഓർഗനൈസേഷൻ നടത്തുന്ന ഏറ്റവും ഒരു മഹത്തായ സംരംഭമാണ് പീസ് റേഡിയോ എന്നത്. ആ പീസ് റേഡിയോ നിങ്ങളെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതൊന്ന് ശ്രദ്ധിച്ചാൽ അതിൽ നബിയുടെ മഹത്വങ്ങളെ എത്രയാണ് അതിൽ എടുത്തു പറയുന്നത് എന്ന് അത്ഭുതപ്പെട്ടു പോകും. അത്രയേറെ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഓരോ രംഗത്തും തിരുനബിയുടെ കൂടെ എന്ന പ്രത്യേകമായ പങ്ക്തി മുതൽ നബിതങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ അധ്യാപനങ്ങളെ എടുത്തു പഠിപ്പിക്കുന്ന ധാരാളം സംരംഭങ്ങളാണ് പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തിലുള്ളത്. ഇനി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മദ്രസ പാഠപുസ്തകങ്ങൾ, അതൊക്കെ പരിശോധിച്ചാലും അവിടെയെല്ലാം നബിയുടെ മഹത്വങ്ങളെ വർണ്ണിക്കുന്ന ധാരാളം ഭാഗങ്ങൾ കാണാൻ കഴിയും. ഇവിടെയുള്ള ചർച്ച റബീഉൽ അവ്വൽ മാസം 12 ഒരു ഈദായി കണ്ട്, ഒരു ആഘോഷമായി കണ്ട്, ബലിപെരുന്നാൾ പോലെ, ചെറിയ പെരുന്നാൾ പോലെ ഒരു ഈദായി കണ്ട് അതൊരു പ്രത്യേകമായ ആഘോഷമായി അത് നിർവഹിക്കാൻ വകുപ്പുണ്ടോ എന്നാണ്. അത് എവിടെ മുതൽ ആരംഭിച്ചു, എങ്ങനെ ഉണ്ടായി, എല്ലാം ഇവിടെ നേരത്തെ സംസാരത്തിൽ വിവരിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, സ്വഹാബത്തിന് പരിചയമില്ല, താബികൾക്കത് പരിചയമില്ല, താബികൾക്കും പരിചയമില്ല, മദ്ഹബിന്റെ 4 ഇമാമുമാരും അത് പരിചയപ്പെട്ടിട്ടില്ല. അതേപോലെ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം തിർമുദി, ഇമാം നസായി അടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാർക്കും ഇക്കാര്യം പരിചയമില്ല. ഹിജറ 300കളിൽ ഷിയാക്കൾ കൊണ്ടുവന്ന അവരുടെ തെറ്റായ ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയെടുത്ത ഒരു പുത്തനാചാരം, പിന്നീട് 600കളിൽ മുദഫർ രാജാവ് എന്ന് പറയുന്ന ഇർബദിലെ ഒരു രാജാവ് ഏറ്റെടുത്ത് രണ്ടാമത് കൊണ്ടുവന്ന ഒരാചാരം. അത് വന്നതിന് ശേഷം പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായം അതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്ത ഏതൊക്കെ പണ്ഡിതന്മാരുണ്ടോ, ചോദ്യകർത്താവ് പറഞ്ഞ ജലാലുദ്ദീൻ സുയൂത്തിയാണെങ്കിലും ഇനി അതെല്ലാം മറ്റ് ഏത് പണ്ഡിതന്മാർ, ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലുള്ള, ഇബ്നു ഹജർ ഹൈതമിയെ പോലെയുള്ള, ഇബ്നു ഹാജുൽ മാലിക്കിയെ പോലെയുള്ള, അതേപോലെ അബൂ ഉമർ ഫാക്കിഹാനിയെ പോലെയുള്ള ഏത് പണ്ഡിതന്മാരെ പരിശോധിച്ചാലും ആ പണ്ഡിതന്മാരൊക്കെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്ത ഏത് പണ്ഡിതന്റെ കിതാബ് എടുത്താലും അവരൊക്കെ ഏകസ്വരത്തിൽ പറഞ്ഞ കാര്യമാണ് ഇത് ബിദ്അത്താണ് എന്നത്. ബിദ്അത്താണ് എന്ന് പറയാത്ത പണ്ഡിതന്മാരില്ല. എല്ലാവരും ഏകോപിക്കുന്നു ഇത് ബിദ്അത്താണ്. പിന്നെ ചിലർ നല്ല ബിദ്അത്ത് എന്ന് പറയാമോ, ഇല്ലേ, അതല്ല ചീത്ത ബിദ്അത്ത് തന്നെയാണോ എന്ന വിഷയത്തിൽ മാത്രമേ അവിടെ രണ്ടഭിപ്രായം നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ചോദ്യകർത്താവ് ഉന്നയിച്ച ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുള്ളയുടെ അൽ ഹാബിദിൽ ഫത്താവ, ഇതാണ് ആ ഗ്രന്ഥം, അൽ ഹാബിദിൽ ഫത്താവ. ഇതിൽ ഹുസ്നുൽ മഖ്സദ് ഫീ അമലിൽ മൗലിദ് എന്ന